warahmatullahi wabarakatuh. Assalamualaikum warahmatullahi wabarakatuh. Assalamu warahmatullahi wabarakatuh. ടെൻസി സ്റ്റാർട്ട് ചെയ്തോ? السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الحمد لله. نور. السلام عليكم ورحمة الله وبركاته. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? ചെറിയൊരു ക്ലിയർ ആണ്. Assalamualaikum warahmatullahi wabarakatuh. Assalamualaikum warahmatullahi wabarakatuh. എല്ലാരും മ്യൂട്ടാക്കിക്കൂടെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും. സ്റ്റാർട്ട് ചെയ്യട്ടെ? തുടങ്ങിക്കോ. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഞാനിത് തുടങ്ങുന്നതിന്റെ മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇന്ന് നിങ്ങൾ നിങ്ങളെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കാൻ പോകുന്നതാണേ. ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇന്ന് ഈ ഒരു മൊമെന്റ്, ഈ ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളെ ഹൃദയത്തിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ എന്തെങ്കിലും പറയുന്നതിന്റെ മുമ്പായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും, അതായത് ഇപ്പൊ നല്ലതാ പറയുന്നുണ്ടെങ്കിൽ അത് വേറെ ആളെ പറ്റി ചിന്തിക്കണ്ട. അത് ഓളാണ്, അത് ഇവളാണ്, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങളാ പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക, അത് ഞാനാണോ നോക്കുക. ഇനി ഞാനല്ലെങ്കിൽ ജസ്റ്റ് നോക്കുക, അത് എന്ത് കൊണ്ടാ ഞാൻ അല്ലാത്തത് നോക്കാം. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ഓളാണ്, ഓൾ അങ്ങനെയാ നടക്കല്, ഓൾ ഇങ്ങനെയാ നടക്കല്, അങ്ങനെ വേറെ ആളെ പറ്റി ചിന്തിക്കാതെ അതിൽ ഞാൻ പെട്ടിട്ടുണ്ടോ നോക്കാം. എന്ത് നമ്മൾ ബെറ്റർ ആവാം. നമ്മളെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാന്നാണ്. നമ്മളെ സ്റ്റാർട്ട്, നമ്മൾ എങ്ങനെയാ തുടങ്ങേണ്ടത്, ചേഞ്ചിന്റെ സ്റ്റാർട്ട് എവിടുന്നാ തുടങ്ങേണ്ടതെന്നാണ്. ഓക്കെ, ചേഞ്ചിന്റെ സ്റ്റാർട്ട് ഫസ്റ്റ് തുടങ്ങുന്നത് ഞാനും അള്ളയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാന്നാണ്. അതിന്റെ അപ്പുറത്തെ ആളില്ല, ഇപ്പുറത്തെ ആളില്ല, എവിടെ ആളില്ല, ഞാനും എന്റെ റബ്ബും. അപ്പൊ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് നല്ലതായിക്കോട്ടെ, മോശമായി എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, നെഗറ്റീവായ എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ ചിന്തിക്കാൻ പാടില്ല, നിങ്ങളെ ഫ്രണ്ടിനെ ചിന്തിക്കാൻ പാടില്ല, നിങ്ങളെ മക്കളെ ചിന്തിക്കാൻ പാടില്ല, നിങ്ങളെ ഭർത്താവിനെ ചിന്തിക്കാൻ പാടില്ല. ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ നിങ്ങളെ മാത്രം നോക്കുക. നിങ്ങളെ ഹൃദയത്തിലേക്ക് ഒന്ന് തുറന്നു നോക്കുക. ഇന്ന് ഇത് പോയിന്റ്സ് ആയിട്ട് നമ്മൾ എഴുതിയെടുക്കേണ്ടതാ? നമുക്ക് വേണമെങ്കിൽ എഴുതിയെടുത്താൽ മതി. അങ്ങനല്ല, ഇടുന്ന പോയിന്റ്സ് ആക്കിട്ട് പറയുന്നതാ അല്ല? ജസ്റ്റ് 2-3 പോയിന്റ്സ് ആയിട്ട് പറയും. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് എന്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആളെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ്. മീൻസ് നമ്മൾ ഈ തസ്കിയ ചെയ്യാ, നമ്മൾ ബെറ്റർ ആവുക എന്ന് പറയുന്നത് ആദ്യം നമ്മളിലാണ് തുടങ്ങേണ്ടത്. നമ്മളെ കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മളെ ഭർത്താവിനെയോ നമ്മളെ പാരന്റ്സിനെയോ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ എന്റെ റിലേഷൻ, എന്റെ റബ്ബുമായിട്ട് ഞാൻ എവിടെ നിൽക്കുന്നുണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ആലോചിക്കേണ്ട എന്താന്ന് വിചാരിച്ചാല്, ലോകം അവസാനിച്ചു കഴിഞ്ഞാല് ഞാൻ എന്റെ റബ്ബിനെ എന്തായാലും കാണാൻ പോകും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടണ്ടേ, റബ്ബിന്റെ കോടതിയിൽ നിൽക്കണ്ടേ, എല്ലാവർക്കും ഈ കാര്യം അറിയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ആ ഹൃദയത്തിൽ ഇങ്ങ് അടിച്ച് കയറ്റിയിട്ടുണ്ടത്. ശരിയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടതാണ്. ആ സമയത്ത് ഒരാളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരൂല. ഈവൻ നിങ്ങളെ മക്കളായിക്കോട്ടെ, ഒരാളും. ഇതൊക്കെ നിങ്ങൾ പല സമയത്ത് കേൾക്കുന്ന കാര്യമാണ്. ഒരാളും നിങ്ങളെ ഹെൽപ്പിന് വരൂല, നിങ്ങൾ ഒറ്റക്ക് ഉണ്ടാവുക എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ലോണം അറിയുന്ന കാര്യമാണ്. ഇപ്പം എന്നെക്കാളും മോശമായ ഒരാളെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അത് ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള റിലേഷനിൽ ഒന്നും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അതേപോലെ തന്നെ എന്നെക്കാളും നല്ല ഒരാളെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അത് ഞാനും എന്റെ റബ്ബിന്റെ റിലേഷനിൽ ഒന്നും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ബെറ്റർ ആവണമെങ്കിൽ അത് ഞാനും എന്റെ റബ്ബും തമ്മിലുള്ളത് മാത്രമാണ്. അതിന്റെ ഇപ്പുറത്തെ ആളില്ല, മുമ്പിൽ ആളില്ല, ബാക്കിൽ ആളില്ല, ഒരാളും ഇല്ല. ഞാനും എന്റെ റബ്ബും. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ നിങ്ങളെ മാത്രം ചിന്തിക്കുക, വേറെ ഒരാളെയും നോക്കാൻ പാടില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ള എന്താന്ന് വിചാരിച്ചാല്, ഫസ്റ്റത്തെ കാര്യം, നമ്മൾ നമ്മളെ തന്നെ ഭയങ്കരാക്കിയിട്ട് പറയാം. നമ്മൾ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് പറയലുണ്ടാ?
നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് പറയലുണ്ടോന്ന് ചോദിച്ചാല് നമ്മൾ പറയുമ്പേ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും തന്നെ പറയലൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഭയങ്കരമാക്കി പറയലൊന്നുമില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അറിയാതെ നമ്മൾ എന്താക്കുന്നുണ്ട്, നമ്മളെ പുകഴ്ത്തിയിട്ട് നമ്മളെ ഭയങ്കരമാക്കിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഭയങ്കര ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇപ്പം ഇതിൽ പകുതിയും ഉമ്മമാരാണല്ലോ ഉള്ളത്. നമ്മളിപ്പം ഒരു ഭയങ്കരമായ ഒരു കോളേജ്, ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് ഭയങ്കര പാട്. പക്ഷെ നിങ്ങളെ മോൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാ, എന്റെ മോക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ മോള് ഹാഫിളാമറ്റ് ആയിനെങ്കിൽ ആരും ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പറയുന്നത് എന്റെ മോള് ഹാഫിളാണ്. അല്ലെങ്കിൽ എവിടെ കല്യാണം കഴിച്ചത്, എന്റെ മോള് ഈ നാട്ടിലെ കല്യാണം കഴിച്ചത്, ഈ ബന്ധത്തിലെ കല്യാണം കഴിച്ചത്. ഇവിടെ നമ്മൾ ആരെ ഭയങ്കരമാക്കിയിട്ട് പറയുന്ന മോളെയാണോ അല്ലെങ്കിൽ ആ കോളേജാണോ? അല്ല, എന്റെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഭയങ്കരമാക്കിയിട്ട് പറയാന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ പുകഴ്ത്തുന്നേ ഇല്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്റെ മോള് അവിടെ പഠിക്കുന്നുണ്ട്, എന്റെ മോള് ഹാഫിളാണ്, എന്റെ മോള് ഇന്ന മദീന യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, അവിടെ അത് മതി, എന്റെ എന്ന് പറഞ്ഞൊരു സംഭവം മതി നമ്മളെ പുകഴ്ത്താൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ മാറ്റേണ്ടത്. ഈ ഒരു സംഭവം മെയിൻ ഫസ്റ്റത്തെ കാര്യം, ഇത് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ എന്താ പറയുന്നത്? ഫലാ തുസഖു അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖ. ഫലാ എന്നാ പറഞ്ഞത്. ഫലാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ചെയ്യാൻ പറ്റൂല. അതായത് നമ്മൾ കുട്ടികളോട് പറയൂലേ, ഇതാ ഞാൻ പറയുന്നതാണ്, ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നതാണ്. അപ്പം ഫല എന്ന് പറഞ്ഞാൽ ഒരു 50% ചെയ്തു അല്ലെങ്കിൽ 10% ചെയ്തു, അങ്ങനല്ല. ഫല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ചെയ്യാനേ പറ്റില്ല, നിങ്ങളെ പുകഴ്ത്താൻ പറ്റില്ല. അതിപ്പോ ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ ഡയറക്റ്റ് ആയിക്കോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം നിങ്ങളിൽ ആരാണ് ശരിയായ മുത്തഖി എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ തന്നെ ഈ പുകഴ്ത്തുക, മക്കളെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിലായിക്കോട്ടെ, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ തന്നെ പുകഴ്ത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും നമ്മൾ ഫസ്റ്റ് നമ്മളിൽ മാറ്റേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ പറയുന്നതും പുറത്തുള്ള കാര്യമല്ലേ, ഉള്ളിൽ നമ്മളെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇനിയിപ്പം ഒരാള് എന്താ സൈന്, അതായത് എനിക്ക് പുകഴ്ത്തുന്നത് വലിയ ഇഷ്ടമല്ല എന്നുള്ള അറിയാനുള്ള എന്തെങ്കിലും സൈൻ ഉണ്ടാവുമല്ലോ, എല്ലാത്തിനും എന്തെങ്കിലും ഒരു സൈൻ ഉണ്ടാവുമല്ലോ. അതെങ്ങനെ മനസ്സിലാകുക ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത്? അത് മനസ്സിലാക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പം നിങ്ങള് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിലെ ആർക്കെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് ഒരു സാധനം അവർ അറിയാണ്ട് അവർക്ക് ഒരു ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു. ഓക്കെ, അവർ വീട്ടിലേക്ക് വരുമ്പോ എന്താക്കുന്ന, നിങ്ങൾ ആ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുന്നു. ഇനിയിപ്പോ അത് നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാണെങ്കിൽ നിങ്ങളെ മോളെ പേപ്പറിന്റെ വീട്ടില് അല്ലെങ്കിൽ മോന്റെ ഭാര്യന്റെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം എല്ലാം ആക്കിയിട്ട് കൊടുത്തയച്ചു അല്ലെങ്കിൽ അപ്പം എല്ലാം ആക്കിയിട്ട് കൊടുത്തയച്ചു. ഓക്കെ, എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഒരാളും ഫോൺ വിളിച്ചിട്ടില്ല. ഇങ്ങനെ അപ്പം കിട്ടീനെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കിട്ടീനെന്ന് പറഞ്ഞിട്ട് ഒരാളും ഫോൺ വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈവൻ ഒരു ജസാക്കല്ലാഹു ഖൈർ വരെ പറഞ്ഞില്ല. അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് കിട്ടിയ ഒരാള് പറഞ്ഞിട്ടില്ല നല്ല രസമുണ്ട്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നേ. ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങളോട് വന്നിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? അതായത് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഭക്ഷണം എല്ലാം ആക്കി അപ്പെല്ലാം ആക്കി ഓർഡർ ചെയ്തിട്ട് നിങ്ങളെ മോളെ പേപ്പറിന് തയ്ക്കുന്നു, ആ വീട്ടിൽ നിന്ന് ഒരാൾ ഒരു കോള് വരെ ഇല്ല. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇതാക്കിയ, നല്ല ജസാഖുല്ലാഹു ഖൈർ ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുത്താല് ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്താൽ അവർ ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ നല്ല തന്നെ, എന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് പോയി. അപ്പൊ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? ഈവൺ ഒരു ജസാഖുല്ലാഹു ഖൈർ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫീലിംഗ് വരൂല, എന്നാലും ഉണ്ടാവൂല ഒരു ജസാഖുല്ലാഹു ഖൈർ പറയാൻ, എന്നാലും പറയൂല കിട്ടി നല്ല എന്നെപ്പാ, അങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എന്തായാലും നമ്മളെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരൂലേ? ഉറപ്പല്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് നല്ല കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് മാത്രമാണ്. നിങ്ങൾ ആ ഗിഫ്റ്റ് കൊടുത്തത്, മോളെ വ്യാപ്പളുടെ വീട്ടിൽ അപ്പം കൊടുത്തത്, അത് നിങ്ങൾ ഭയങ്കര എനിക്ക് ഭയങ്കര ഇത് കിട്ടണം എന്നായിട്ടാണെങ്കിൽ നിങ്ങൾ അത് ആഗ്രഹിക്കും. അത് അവരുടെ നിന്ന് ഒരു ജസാഖുല്ലാഹു ഖൈർ നിങ്ങൾ ആഗ്രഹിക്കും. നേരെ മറിച്ച് ഞാൻ എപ്പോഴും എന്റെ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ കാണണം എന്നുള്ളത്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മോളെ വ്യാപ്പളുടെ വീട്ടിൽ അപ്പം കൊടുത്തിനെങ്കിൽ അവർ ജസാഖുല്ലാഹു ഖൈർ പറഞ്ഞാൽ എന്തുണ്ട്, അവർ നല്ലേന്ന് പറഞ്ഞാൽ എന്തുണ്ട്, എനിക്കൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്, ഒരു ഗിഫ്റ്റ് ഞാൻ എന്റെ റബ്ബിന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പൊ നമ്മള് ഒരു പ്രശംസ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് മാത്രമായിരിക്കണം. വേറെ ഒരാളെടുത്തുനിന്നും നിങ്ങൾ അത് ആഗ്രഹിക്കാൻ പാടില്ല. ഈവൺ ഒരു ജസാഖല്ലാഹ് ഖൈർ വരെ നിങ്ങൾ ഒരാളെടുത്തുനിന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല. അവർ ജസാഖല്ലാഹ് ഖൈർ പറഞ്ഞിട്ടില്ലേ, ഓക്കെ, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ എന്റെ റബ്ബിന് വേണ്ടിയിട്ടാ ചെയ്തത്, ഒരു പ്രശ്നമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് നമ്മൾ ആൾക്കാർക്ക് വേണ്ടിയിട്ടായി പോകും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും ഈ ദുനിയാവില് നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഭയങ്കര നീ എനിക്ക് വേണ്ടിട്ട് അങ്ങനെ ചെയ്തു, ഈ ദുനിയാവ് നമ്മൾ പറഞ്ഞു തരൂലല്ലോ. നേരെ മറിച്ച് നമ്മളെ മൈൻഡിൽ എന്തായിരിക്കണം, ഞാന് മരിച്ചു കഴിഞ്ഞാല് അള്ളാന്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, യാ ഫാത്തിമ, നിന്റെ നിസ്കാരം അതെനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. യാ ഖദീജ, എനിക്ക് നീ ആ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ആ ഒരു പ്രശംസയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒരിക്കലും ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചേഞ്ച് ആവണം, എനിക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് മാറാൻ പറ്റില്ല. ഫസ്റ്റ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് മാത്രം, അല്ലാഹ് മാത്രം എന്നെ പുകഴ്ത്തിയാൽ മതി. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഒരു 100ന്റെ മേലുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി എന്നോട് വന്നിട്ട് പറഞ്ഞു ഭയങ്കര അങ്ങനെ ഇങ്ങനാന്ന് വന്നിട്ട് പറഞ്ഞാല് അള്ളാന്റെ മുന്നിൽ അതെന്താ വട്ട പൂജയാണ് അല്ലെ. എല്ലാവരും വന്നിട്ട് എന്നെ പ്രശംസിച്ച് പറഞ്ഞാലും അള്ളാന്റെ മുന്നിൽ ഫുൾ 0 ആണ്. അപ്പൊ എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണല്ലേ, ഒരു ബെനിഫിറ്റും ഇല്ല. സെയിം നമ്മൾ എന്ത് ആൾക്കാർക്ക് വേണ്ടി ചെയ്താലും, ഈവൻ നിങ്ങളെ കുട്ടിയൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണമാക്കി കൊടുത്താല്, നിങ്ങളെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഭക്ഷണമാക്കി കൊടുത്താല് ഹസ്ബൻഡ് പറയുന്നത് എത്ര പോരാ, എന്ത് വലിയ രസമൊന്നും ഇല്ലല്ലോ, കുറച്ച് ഉപ്പ് കൂടിയിനി, ഓക്കെ പ്രശ്നമില്ല, അൽഹംദുലില്ലാ, ഞാൻ എന്റെ റബ്ബിന് വേണ്ടിട്ട് തന്നെ ആക്കിയത്, ഹസ്ബൻഡിന് വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ആക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് എന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഇട്ടത്. എന്റെ മാക്സിമം എഫേർട്ട് ഞാൻ ആ ഭക്ഷണം ആക്കുന്നതിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളെ ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ട്, തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും റിസൾട്ട് നോക്കൂല, ലാസ്റ്റ് എന്തായി അത് മനുഷ്യന്മാർ മാത്രമേ നോക്കൂ, ലാസ്റ്റത്തെ റിസൾട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എഫേർട്ട് മാത്രമേ നോക്കുള്ളൂ, എങ്ങനെ നിങ്ങൾ എഫേർട്ട് എടുത്തു എന്നുള്ളത്, എങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ടു എന്നുള്ളത്, അത് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുള്ളൂ. അതുകൊണ്ട് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണ്, ഇതിന് എന്റെ കുറെ ക്ലാസ്സിൽ പറയുന്ന കാര്യം, നിങ്ങൾ ആൾക്കാരെ നോക്കില്ലേ, നിങ്ങൾ ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ജീവിക്കല്ലേ എന്നുള്ളത്. ഇതെടുത്ത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ മെയിൻ ആയിട്ട് ഇതിൽ അകപ്പെട്ടുന്നതാണ്. രാവിലെ എണീച്ചാല് രാത്രി വരെ ആൾക്കാരെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കും പണിയെടുക്കുക. ആൾക്കാരെ എന്താ പറയും, ആൾക്കാർ എന്താക്കും, അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫുള്ള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ജീവിക്കും. അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ ആൾക്കാരെ ഇങ്ങനെ ഫോക്കസ് ചെയ്യല്ലേ എന്നുള്ളത്. ഓൾ എന്നെ പറ്റിട്ട് എന്താ പറഞ്ഞേ, ഓൾ എന്നെ കുറ്റം പറഞ്ഞു, ഞാൻ അങ്ങനെ പോയേന്, ഞാൻ ഓക്ക് എന്തെല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഓൾ എന്നെ പറ്റിട്ട് കുറ്റം പറഞ്ഞില്ല, ഓളെന്താ എന്നെ പറ്റിട്ട് ഇങ്ങനെ പറയുന്നേ, എന്തുകൊണ്ടാ ചിന്തിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പറ്റിട്ട് എന്താ പറയാന്നുള്ളത്. ഓൾ എന്നെ പറ്റിട്ട് അങ്ങനെ പറഞ്ഞു, ഇവൻ എന്നെ പറ്റിട്ട് അങ്ങനെ പറഞ്ഞെന്ന് പറയും. അതെന്താ ചിന്തിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായിരിക്കും ഇപ്പൊ എന്നെ പറ്റിട്ട് പറയുന്നുണ്ടാവുക, അള്ളാഹ് എന്നില് ഹാപ്പി ആയിരിക്കോ? പക്ഷെ നമുക്ക് വേണ്ടത് വേണ്ടാത്ത കുറെ കാര്യത്തിൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഖൽബു സലീം, ശരിയായ ഒരു ഹൃദയം, പ്യോർ ഹാർട്ട് എന്നാ പറയാം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ ആയ ഹൃദയം എന്ന് പറഞ്ഞാല് ആ ഒരു സ്ത്രീ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ്. ആ ഒരു സ്ത്രീക്ക് എന്തുണ്ടാവൂല, ഓൾ എന്നെ പറ്റിട്ട് എന്ത് വിചാരിക്കും, ഇവൻ എന്നെ പറ്റിട്ട് എന്ത് വിചാരിക്കും എന്നുണ്ടാവില്ല. ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പറ്റിട്ട് എന്താ വിചാരിക്കുന്നുണ്ടാവുക, അള്ളാഹ് ഇപ്പം ഈ നിമിഷം എന്നെ പറ്റിട്ട് എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ഇത് മാത്രമായിരിക്കും ആ ഒരു വ്യക്തിക്കുള്ള ഒറ്റ ചിന്ത. അതുകൊണ്ട് നമ്മൾ എന്താക്കാം, ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ അള്ളാഹ് എന്താ എന്നെ പറ്റി ചിന്തിക്കുന്നത്, എനിക്ക് ഇവിടെ നിന്നിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഞാൻ എന്താക്കും, എന്റെ ഫുൾ എഫേർട്ട് എടുക്കും, ഞാൻ എന്റെ എല്ലാ ട്രൈയിങ്ങും ചെയ്യും, എനിക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. എന്നിട്ട് വല്ലാഹി ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നിന്നിട്ട് എന്ത് പറയും, യാ അല്ലാഹ്, ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിച്ചത്, ഇനി ഞാൻ വേറെ ഒരാൾക്കും വേണ്ടിയിട്ടില്ല, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താക്കിയിട്ട് പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ ധൈര്യത്തോടെ നിന്നിട്ട് പറയാല്ലേ. പക്ഷെ ഞാൻ എന്താക്കൂല, ഇപ്പത്തെ ശൈത്താന്റെ മെയിൻ ട്രിക്ക് എന്താണെന്നറിയോ, ഇപ്പത്തെ ജനറേഷനിലെ മെയിൻ ട്രിക്ക്, ശൈത്താൻ ആക്കുന്ന ട്രിക്ക് എന്താന്ന് വെച്ചാല്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറല്ലേ, അല്ലാഹ് പുറത്തു തരും, അതൊന്നും പ്രശ്നമില്ല, അല്ലാഹ് മനസ്സല്ലേ നോക്കുന്നത്, പുറമേ ഒന്നല്ല. ആദ്യം ശരിയാണ്ടത് ഹൃദയമാണ്, എന്നിട്ടാണ് പുറമെ. അതുകൊണ്ട് ഹിജാബ് അതൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഉള്ളു നന്നാവും. ഇതാണ് ശൈത്താന്റെ മെയിൻ ഇക്കാലത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ എന്താക്കാൻ പാടില്ല, അല്ലാഹ് ഗഫൂറാണ്, ഞാൻ അതിൽ മാത്രം ഉറപ്പിച്ച് നിൽക്കാൻ പാടില്ല. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി.
നമുക്ക് എന്തിലും A+ കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. എന്ത് ചെയ്യുന്നെങ്കിലും അതിൽ ബെസ്റ്റ് ആവണം. ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ ഞാൻ പറയുന്നത് അത്ര പോരാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു വിഷമാവില്ല. നേരെ മറിച്ച് ഞാൻ പറയുന്നത് ഭയങ്കര രസമുണ്ട്, നല്ല രസമുണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു A+ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം. എല്ലാത്തിലും ഇപ്പൊ നിങ്ങൾ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിൽ A+ കിട്ടാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യത്തിലും എന്ത് കാര്യത്തിലായാലും നമുക്കൊരു A+ കിട്ടുക എന്നുള്ളത് ഇഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ അടുത്ത് വരുമ്പം എനിക്ക് A+ വേണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല? ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ അടുത്തേക്ക് വരുമ്പം എനിക്ക് A+ വേണം? ഓക്കെ, ബാങ്ക് കൊടുത്തോ, എനിക്ക് A+ വേണം, ഞാൻ വേഗം ഓടും, ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ നിസ്കരിക്കും, കാരണം എനിക്ക് A+ വേണം. അത് എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? നമ്മളെല്ലാരും ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു വലിയ ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ അതിനുവേണ്ടി ഭയങ്കര എഫേർട്ട് എടുക്കൂലേ? ഫുഡ് ഉണ്ടാക്കാനും അതാക്കാനും ഭയങ്കരമായിട്ട് നമ്മൾ എന്തായാലും എഫേർട്ട് എടുക്കും, ഉറപ്പാണ്. അൽഹംദുലില്ലാഹ്, അത് ഖൈറാണ്. പക്ഷെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിൽ എല്ലാ ദിവസവും ഇറങ്ങി വരുന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞപ്പം എന്തേ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കാത്തെ? നമ്മൾ ജസ്റ്റ് പറയും എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആവുന്നില്ല. എന്തേ അതിനുള്ള എഫേർട്ട് എടുക്കാത്തെ? എഫേർട്ട് എടുത്താലല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കൂടെ നിൽക്കുള്ളൂ. എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടിമകളായിട്ട് ക്ലോസ് ആവുന്ന ഈ ഒന്നാം ആകാശത്തിൽ ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്, നീ ചോദിക്കുന്നു പറയുമ്പം എനിക്ക് പറ്റൂല, എനിക്ക് ആവുന്നില്ല. അതെന്താ? ഗസ്റ്റ് വരുമ്പം ഭക്ഷണമാക്കുന്ന ആ ഒരു എഫേർട്ട് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു എഫേർട്ട് നമ്മളെ ലൈഫിൽ എടുക്കാതെ? ഇതൊക്കെ പറയുമ്പം വേറെ ഒരാളെയും ചിന്തിക്കരുത്, നിങ്ങളെ തന്നെ ചിന്തിക്കുക. ഞാൻ അതിലുണ്ടോന്ന് ശരിക്ക് കുത്തി ചോദിക്കാം നിങ്ങളെ ഹൃദയത്തിനോട്. ഇനി ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളെ കല്യാണത്തിന് ആരെങ്കിലും കല്യാണത്തിന് വിളിക്കുമ്പോൾ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിയിൽ ഡ്രസ്സ് ഇട്ടിട്ട്, ഹറാമായ ഡ്രസ്സൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 5 സെക്കൻഡെങ്കിലും കണ്ണാടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കൂലേ? ജസ്റ്റ് ഒരു കറക്റ്റ് അല്ലേ, പെർഫെക്റ്റ് അല്ലേ? കാരണം ഞാൻ കല്യാണത്തിനേക്ക് പോകുന്നതാണ്, എനിക്കൊരു ബെസ്റ്റ് ആയിട്ട് പോകണം എന്നുള്ളതിൽ നമ്മൾ എന്തായാലും കണ്ണാടിന്റെ മുന്നിൽ നിൽക്കും. ആ കണ്ണാടിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഞാനിത് എവിടത്തേക്കാ പോകുന്നത്? ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ അടുത്തേക്കല്ലേ പോകുന്നത്? നമ്മളെല്ലാവരും പോകുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾ അത് ഓർമ്മിച്ചിട്ടില്ലെങ്കിലും ശരി, നിങ്ങൾ അത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിലും ശരി, എന്തായാലും ശരി, നിങ്ങളെ ഓരോ സെക്കൻഡും ഓരോ മൊമെന്റും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള യാത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ പറയുന്നത് കുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. നിങ്ങൾ ഓരോ ആൾക്കാരും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കാണ്. ജസ്റ്റ് ഖുർആനിൽ ആയത്തായിട്ട് നിങ്ങൾ കാണല്ല, അള്ളാന്റെ വാക്കാണ്. ആകാശവും ഭൂമി ഉണ്ടാക്കിയ റബ്ബിന്റെ വാക്കാണ്. നിങ്ങൾ ഓരോരുത്തരും വരും എന്റെ അടുത്തേക്ക് ഒറ്റക്കായിട്ട് വരും. നിങ്ങൾ എങ്ങനെയാണോ ഈ ഭൂമിയിൽ ഒറ്റക്ക് വന്നത്, അതുപോലെ എന്റെ അടുത്ത് ഒറ്റക്ക് വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും എന്തായാലും ഒറ്റക്ക് പോകും. അപ്പൊ നിങ്ങൾ റെഡിയാണോ? ഞാൻ ആ ഏറ്റവും വലിയ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയോ? മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് സാധാ മനുഷ്യന്മാരുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ തന്നെ നമുക്ക് ഭയങ്കര ബേജാറല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാവും. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ശരിക്കും പേടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. നമ്മൾ സാധാ ആയിട്ട് എടുക്കേ വേണ്ട. മാലിക്കുൽ മുൽക്കൽ മലീക്, ഈ ആകാശവും ഭൂമിയും അതിന്റെ ഇടയിലുള്ളതും എല്ലാം ഉണ്ടാക്കിയ രാജാവിന്റെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ചെറിയ മീറ്റിംഗേ അല്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റത്തെ കാര്യം നിങ്ങൾ ആൾക്കാർ നോക്കുന്നത് ഫസ്റ്റ് നിർത്തണം. എന്തിനാ ആൾക്കാർ പറയുന്നത്? ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനാ നമുക്ക് ഇത്ര ഭയങ്കര ബേജാറും ടെൻഷനും? നമുക്ക് എല്ലാവർക്കും അറിയാലോ, ആ ഒരു ഫേമസ് ഹദീസ് ഉണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒരു ലോങ് ഹദീസ് ആണ്. അതിന്റെ ചെറിയ അവസാനത്തെ ഭാഗം എന്താ പറയുന്നത്? ഈ ലോകത്തിലുള്ള എല്ലാവരും ഒന്നിച്ചു കൂടി വന്നാലും നിനക്ക് എന്തെങ്കിലും നല്ലത് തരാൻ വെച്ചില്ലെങ്കിൽ, തരണം തോന്നിയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കണം അത് നിനക്ക് കിട്ടണോ വേണ്ടിയോ എന്നുള്ളത്. പിന്നെ ഇത് എന്തിനാ നമ്മൾ ആൾക്കാരെ നോക്കുന്നത്? ഓളെന്ത് വിചാരിക്കും, ഓനെന്ത് വിചാരിക്കും? എന്തിനാ നോക്കേണ്ട ആവശ്യം? ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക. ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു വീട്ടില് 2 കല്യാണം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഏട്ടത്തി അനിയത്തിന്റെ കല്യാണം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഏട്ടത്തിന്റെ കല്യാണത്തിനിട്ട് ഒരാഴ്ചത്തെ ഡിഫറൻസ് ആണ് കല്യാണം. ഈ ഒരാഴ്ച ഏട്ടത്തിന്റെ കല്യാണം ആണെങ്കിൽ അടുത്ത ആഴ്ച രണ്ടാമത്തെ മോളെ കല്യാണം. സെയിം വീട്ടിൽ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഈ കഴിഞ്ഞ ആഴ്ച ഇട്ട കല്യാണത്തിനിട്ട പർദ്ദ നമ്മൾ അടുത്ത ആഴ്ചത്തെ കല്യാണത്തിന് നമ്മൾ ആ പർദ്ദ തന്നെ ഇടൂല. നമ്മൾ എന്താ പറയാ, അവർ വിചാരിക്കൂലേ ഇതേ ഉള്ളൂ എന്ന് വിചാരിക്കൂലേ? എന്തിനാ ആൾക്കാരെ നോക്കേണ്ട ആവശ്യം? നമ്മളൊരു ഡ്രസ്സിന്റെ കാര്യത്തിൽ വരെ നമ്മൾ ആൾക്കാരെ നോക്കും. ഇനി ഒന്നും വേണ്ട, സ്വന്തം വീട്ടിലെ കല്യാണത്തിലാണെന്ന് വിചാരിക്കും. നമ്മളെ സ്വന്തം വീട്ടിലെ കല്യാണം ഉള്ളത്,
ആ സ്വന്തം വീട്ടിലെ കല്യാണത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഓക്കെ, എന്റെ വയറിന് ഇങ്ങനെ കുളുകുളു ആവുന്നുണ്ട് വിശന്നിട്ട്. പക്ഷെ ഭക്ഷണം കഴിച്ചാൽ ആൾക്കാർ എന്താ പറയാ, സ്വന്തം വീട്ടിലെ കല്യാണത്തിന് വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചാല് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്താണ് നിങ്ങളുടെ ബോഡി ഭക്ഷണം വേണം എന്നുള്ള സിഗ്നൽ പറയുന്നത്. നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു ഹക്ക് ഉണ്ട് അല്ലെ, അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് മോശമാണ്. പക്ഷെ നമ്മളെന്താ പറയാ, ആൾക്കാർ എന്താ വിചാരിക്കുക, സ്വന്തം വീട്ടിലെ കല്യാണത്തിന് തിന്നാല്, അതുകൊണ്ട് ഞാൻ തിന്നൂല. ആൾക്കാർ വിചാരിച്ച് നടക്കുക. ഡ്രസ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഭക്ഷണത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ആൾക്കാർ വിചാരിച്ച് നടക്കുക. അല്ലെങ്കിൽ ഓളെന്നെ പറ്റിട്ട് കുറ്റം പറഞ്ഞു, ഓളെന്നെ പറ്റിട്ട് അങ്ങനെ പറഞ്ഞു, ഓളെന്നെ പറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇത് എന്തിനെ ഇങ്ങനെ നമ്മളെ ടീച്ചർ പറയാൻ വെച്ചാൽ ഒരു കാര്യമില്ലാത്ത ആൾക്കാരാണ് ഇതിനെ പറ്റിട്ട് ചിന്തിക്കുക, ഒരു പണിയും ഇല്ലാത്ത ആൾക്കാരാണ് ഇതിനെ പറ്റിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മൾ ഒരാളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞാല് നമ്മുടെ നല്ല അമലുകളൊക്കെ അവരിലേക്ക് പോകുന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ കുറ്റം പറയൂല, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തുകൊണ്ടാ വേറൊരാൾ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ആവേണ്ട ആവശ്യം? എന്തിനാ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്? അതെന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചോളത്? ജസാക്കല്ലാഹ് ഖൈർ. ഇനിയും എന്താ, ഇനിയും എനിക്ക് ഓളെ ഖിയാമുല്ലയിലും സിയാമും നോമ്പും സക്കാത്തും ഹജ്ജ് ചെയ്തില്ലെങ്കിൽ ഹജ്ജും തറാവീഹ് നിസ്കരിച്ചതും എല്ലാം എനിക്കെത്താ. ഇത്രയും വലിയ ഭാഗ്യം ഉണ്ടാവും നമുക്ക്, വെറുതെ ബോണസ് ആയിട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒരാൾ നമ്മളെ പറ്റിച്ച് കുറ്റം പറഞ്ഞെങ്കിൽ സന്തോഷിക്കില്ലേ വേണ്ടേ? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് വെച്ചാൽ, എന്തിനെന്നാലും അങ്ങനെ പറ്റിട്ട് പറയല്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ ഈഗോയിൽ ഫോക്കസ് ആയിട്ടുള്ളത്. നമ്മളെ ഈഗോ ആണ് പറയുന്നത്, എന്നാലും അവളെന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം? അപ്പം ഇതൊക്കെ നമ്മൾ മാറ്റിയേ പറ്റൂ. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടോ നോക്കുക. ഓക്കെ, ഞാൻ ഒന്നാമത്തെ കാര്യം പറയാൻ പോകുന്നതാണ്. അത് നിങ്ങൾ വേറൊരാളെ നോക്കാൻ പാടില്ല, നിങ്ങളെ ഹൃദയത്തോടെ തന്നെ ചോദിക്കുക, അത് ഞാനാണോ എന്നുള്ളത്. ഇപ്പം ഞാന് ഒരു കല്യാണ വീട്ടിൽ പോകുന്നുണ്ട്, ഞാനും എന്റെ സിസ്റ്ററും രണ്ടാളും ഒന്നിച്ചിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ പർദ്ദ കാണാൻ എന്താ രസം, നല്ല രസമുണ്ട്, അങ്ങനെ ഇങ്ങനെ. അതേ സെയിം പർദ്ദ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ എന്നെ മൈൻഡ് ആക്കിയിട്ടില്ല ഒരാൾ. ഒന്നും മൈൻഡ് ആക്കാണ്ട് ഈ എന്റെ ഇത്താത്തനെ മാത്രം മൈൻഡ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്സെറ്റ് ആകുമല്ലോ, എന്തെങ്കിലും ഉണ്ടാവും. അതൊന്നാമത്തെ കാര്യം. നിങ്ങളോട് തന്നെ പറയണേ, യെസ് ആണോ നോ ആണോ എന്നുള്ളത്. എന്നോട് പറയേണ്ട ആവശ്യമില്ല, യെസ് ഓർ നോ, നിങ്ങളോട് തന്നെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, എന്റെ വീട്ടിലെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും കല്യാണം വിളിച്ചിട്ടുണ്ട്. ഓക്കെ, എന്റെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും കല്യാണം വിളിച്ചിന്, എന്റെ വീട്ടിന്റെ ചുറ്റു സൈഡിലുള്ള എല്ലാവരെയും കല്യാണം വിളിച്ചിന്. പക്ഷെ എന്നെ മാത്രം കല്യാണത്തിന് വിളിച്ചിട്ടില്ല ഒരാൾ, ഫാമിലിയിലെ ഒരാൾ തന്നെ. അപ്പൊ എനിക്ക് എന്താ എന്റെ അവസ്ഥ ഉണ്ടാവുക? നാലുണ്ട് ഓൾ എന്നെ വിളിക്കല്, അതെന്തോൾ എന്നെ വിളിക്കണ്ടെന്ന് അങ്ങനെ ഉണ്ടാവുക. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ആരെങ്കിലും എന്നെ പറ്റിയിട്ട് കുറ്റം പറയുന്ന കണ്ടാൽ ഞാനിങ്ങനെ ഭയങ്കര അപ്സെറ്റ് ആയി മൂഡ് ഔട്ട് ആയി അങ്ങനെ നിൽക്കുന്ന ഒരാളാണോ? ഈ 3 ചോദ്യത്തിനും നിങ്ങൾ യെസ് എന്നാണ് ഉത്തരം പറഞ്ഞതെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പണിയെടുക്കേണ്ട ആവശ്യമുണ്ട്, ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. കാരണം കൽബു സലീം എന്ന് പറഞ്ഞൊരു ഹൃദയം, ആ ഹൃദയം കിട്ടണമെങ്കിൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറയിൽ പറയുന്നുണ്ട്, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ എന്നെ നീ അപമാനിക്കരുതേ എന്നുള്ളത്. എന്നിട്ട് തൊട്ടിപ്പുറത്ത് 2 ആയത്തില് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അന്നേ ദിവസം, ആ അന്ത്യനാളിന്റെ ആ സമയത്ത് എന്താ ഉള്ളത്? മക്കളോ സമ്പത്തോ എനിക്ക് ഉപകാരപ്പെടൂല എന്നുള്ളത്. ഞാൻ ഈ പറയാൻ പോകുന്നത് ശരിക്കും നിങ്ങളെ പേര് നിങ്ങൾ കാണാപ്പാടം പഠിക്കുന്നപോലെ, നിങ്ങളെ പേര് ഏത് സമയത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടൂല, അതുപോലെ നിങ്ങൾ ഇത് കുറിച്ചിടണം. നിങ്ങളെ മക്കളും നിങ്ങളെ സമ്പത്തും ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടൂല. അതെന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളും സമ്പത്തും എന്ന് മാത്രം പറഞ്ഞത്? അത് എന്തുകൊണ്ടാണ് ഭർത്താവ് എന്ന് പറയാതിരുന്നത്, പാരന്റ്സ് എന്ന് പറയാതിരുന്നത്? കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മാലു വൽ ബനൂന സീനത്തു വൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവിലെ ജസ്റ്റ് ഒരു അലങ്കാരം മാത്രമാണ് എന്ത്? ഈ സമ്പത്തും മക്കളും എന്ന് പറഞ്ഞാൽ. അള്ളാന്റെ മുന്നിൽ എനിക്ക് എത്ര അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് എന്നുള്ളത് അള്ളാന്റെ മുന്നിൽ വട്ടപൂജയാണ്. എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് എത്ര പേരമക്കളുണ്ട് എന്നുള്ളത് അള്ളാന്റെ മുന്നിൽ അത് വട്ടപൂജയാണ്. അപ്പം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും കൂടുതൽ അനുസരിക്കാതിരിക്കുന്നത് ഈ മക്കള് കാരണമാണ്. മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധികവും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാതിരിക്കുന്നത്, പ്രത്യേകിച്ചിട്ട് ഉമ്മമാർ. അതായത് നമ്മൾ ഈ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ വിളിക്കല് റാറ്റ് റേസ് എന്നാ പറയാ. അതായത് നമ്മൾ എലീനെ പിടിക്കാൻ വേണ്ടി ഓടിയാൽ നമുക്ക് എലീനെ കിട്ടൂലല്ലോ, വേഗം കൊണ്ട് കിട്ടും. എലി അങ്ങോട്ട് ഓടുന്നുണ്ടോ ഇങ്ങോട്ട് ഓടുന്നുണ്ടോ, വേഗം കൊണ്ട് നമുക്ക് എലീനെ കിട്ടൂല. അതുപോലെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്.
പക്ഷെ നമ്മൾ എവിടത്തേക്കായി ഓടുന്നേ? ജസ്റ്റ് നിങ്ങൾ എപ്പെങ്കിലും ഒരു 5 സെക്കൻഡ് അവിടെ ഇരുന്നിട്ട് ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാനിത് എവിടത്തേക്കായി ഓടുന്നേ? സൂറത്ത് ജുമായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്തായാലും മരണം നിങ്ങളെ കണ്ടുമുട്ടും, ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ദുനിയാവിൽ എന്തായാലും ജീവിച്ചേ പറ്റൂ. അപ്പൊ ഈ ദുനിയാവിലെ ഈ യാത്രയില് എന്തായാലും എനിക്ക് കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് അല്ലെ. മക്കളുണ്ട്, ഭർത്താവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഫോണുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ യാത്രയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാല് എല്ലാ ദിവസവും നിങ്ങൾ റിവിഷൻ ചെയ്യാന്ന് പറയും. അതായത് നിങ്ങൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾ പഠിച്ച സൂറത്ത് നിങ്ങൾ റിവിഷൻ ചെയ്യൂലേ, മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളെ ലൈഫ് നിങ്ങളൊന്ന് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇടക്കിടക്ക് അവിടെ ഇരുന്നിട്ട് നോക്കുക, ഞാനിത് എവിടത്തേക്കാ പോകുന്നത്, ഞാന് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലേ, ഞാൻ എന്റെ റബ്ബിന് വേണ്ടിയിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ ദിവസവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണിത്. ഞാൻ ഈ യാത്രയിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ജീവിക്കുന്നേന്നുള്ളത്. കാരണം എന്റെ ഈ വീടായിക്കോട്ടെ, എന്റെ ഈ മക്കളായിക്കോട്ടെ, എന്റെ ഈ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഈവൻ നിങ്ങളെ കയ്യിൽ ഇപ്പൊ നിൽക്കുന്ന ഈ ഫോൺ ആയിക്കോട്ടെ, ഈ 5 മണിക്ക് നമ്മുടെ മരണമാണെങ്കിൽ നമുക്കറിയില്ല, അല്ലാഹു ആലം, അല്ലാഹു സുബ്ഹാനഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ 5 മണിക്ക് നമ്മളെ മരണമാണെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന ഫോൺ വരെ വേറെ ആളതായി. ഒറ്റ ഒന്ന് നമുക്ക് മാറ്റർ ആവുന്നത് എന്താണ്? നമ്മുടെ ബുക്ക് മാത്രമാണ്. നമ്മൾ എഴുതുന്ന, നമ്മൾ തന്നെയാണല്ലോ ആ ബുക്കിൽ എഴുതുന്നത്, മലായിക്കൾ എഴുതുന്നല്ലേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ എഴുതുന്നത്, ആ ബുക്ക് മാത്രമാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഇപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല എന്തായാലും തരൂല, പക്ഷെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് പറഞ്ഞു, യാ ഫാത്തിമ, എന്നാ ഞാൻ നിനക്ക് നിന്റെ ബുക്ക് തരാം, ഒന്ന് നീ വായിച്ചു നോക്ക്, നീ എന്തെല്ലാം ചെയ്തത് എന്നുള്ളത്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ബുക്ക് ഒന്ന് തുറന്നു നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ജസ്റ്റ് ആ സീൻ ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു എന്തായാലും ആ ബുക്ക് നമുക്ക് എന്തായാലും അങ്ങനെ കിട്ടും. ജസ്റ്റ് ഇപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്നാ യാ ഖദീജ, നീ നോക്ക് നിന്റെ ബുക്ക്, നീ എന്തൊക്കെയാ ചെയ്തു വെച്ചേന്നുള്ളത്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പൊ നമ്മൾ എങ്ങനെ ഗ്രേഡ് ചെയ്യാ ആ ബുക്കിന്? അതുകൊണ്ട് നമുക്ക് മാറാം. ഇത് എത്ര കാലം ഇങ്ങനെ തന്നെ ഇങ്ങനെ ജീവിക്കുന്നേ? ഒരുപാട് ക്ലാസ് കേൾക്കുന്നുണ്ട്, ഒരുപാട് എക്സാം എഴുതുന്നുണ്ട്, ഒരുപാട് ഇതാക്കുന്നുണ്ട്. ഇനിയെങ്കിലും മാറിക്കൂടെ നമുക്ക്? അപ്പം എവിടെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും നിങ്ങളെ മക്കളെ ചേഞ്ച് ചെയ്യാൻ നോക്കണ്ട, നിങ്ങളെ ഭർത്താവിനെ ചേഞ്ച് ചെയ്യാൻ നോക്കണ്ട. ആദ്യം നിങ്ങൾ നിങ്ങളെ ചേഞ്ച് ചെയ്യും, എന്നിട്ട് ബാക്കി നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഹെൽപ്പ് തരും. ആദ്യം നമ്മൾ നമ്മളെ ചേഞ്ച് ചെയ്യും. നോക്ക, ഇടക്കിടക്ക് നോക്ക, എന്റെ ഈ യാത്രയിൽ ഞാൻ അല്ലാഹു സുബ്ഹാനഹു ഇപ്പം, അതായത് നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പം ഈ മൊമെന്റ് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ റൂഹ് എടുത്തിനെങ്കിൽ പറയണം, യാ അല്ലാഹ് ഞാൻ റെഡിയാണെന്നുള്ളത്. ഞാൻ എന്റെ ലൈഫ് എന്റെ മാക്സിമം റൺ ട്രൈ ചെയ്തിട്ടുണ്ട്, എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റും, ഓക്കെ ഞാൻ റെഡിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് പോകാനെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്റെ അടുത്ത് ഖൽബു സലീം ആയിട്ടാ വന്നത് എന്നുള്ളത്. അപ്പൊ എന്താ ഖൽബു സലീം എന്ന് പറഞ്ഞാൽ? അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും ഭയങ്കരാക്കിയിട്ട് എന്തെങ്കിലും ഖുർആനിൽ പറയുന്നുണ്ടെങ്കിൽ, അതിന് ഭയങ്കര കൂലിയാന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് ശരിക്കും ഭയങ്കര ടഫാണ് നമുക്ക് ചെയ്യാൻ. നമുക്ക് അതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഖൽബു സലീം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ജന്നയിലേക്ക് പോകാൻ പറ്റുന്ന പറയുന്നത്. ഷോർട്ട് കട്ടാണ്, ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള ഷോർട്ട് കട്ടാണ് ഖൽബു സലീം എന്ന് പറയുന്നത്. ഖൽബു സലീം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഹൃദയം. അപ്പൊ ഖൽബു സലീം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്താണെന്നറിയോ? എന്താണ് ഖൽബു സലീം? ഇത് കിട്ടിയാലേ നമ്മുടെ ലൈഫ് മാറുമ്പോ. ആർക്കെങ്കിലും അറിയോ എന്താണ് ഖൽബു സലീം? അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കണം. അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കണം. ഓക്കെ. ആരോടൊരു വെറുപ്പും എല്ലാവിധ വിദ്വേഷവും രോഗങ്ങളിൽ നിന്നും ഹൃദയം രക്ഷപ്പെടുത്തട്ടെ. നന്നാക്കണം. എല്ലാ നന്നാക്കണം. ഹൃദയം, കുറ്റമറ്റ കൽബ്. കുറ്റമറ്റ കൽബ്. ഓക്കെ ഓക്കെ അള്ളാഹുവിനെ അനുസരിച്ച് കീഴ്വണങ്ങി ജീവിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അഹങ്കാരമില്ലാണ്ട് നല്ല മനസ്സായിട്ട് ജീവിക്കണം. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം ഖൽബു സലീം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. നമുക്ക് നോക്കാം, അത് നമ്മളെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. ഖൽബു സലീം എന്ന് പറഞ്ഞാല് ആ ഒരു ഹൃദയത്തില് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ഹൃദയത്തിൽ അള്ളയുണ്ട്, കൂടെ തന്നെ വേറെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഖൽബു സലീം എന്ന് പറഞ്ഞാല് അള്ളാഹ് മാത്രം, വേറെ ഒരു സംഗതി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവൂല. അതാണ് ഖൽബു സലീം. നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ ഇഷ്ടമായിരിക്കും, നിങ്ങളെ ഭർത്താവിന് ഇഷ്ടമായിരിക്കും, നിങ്ങളെ കുടുംബക്കാർ ഇഷ്ടമായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളെ പണി ഇഷ്ടമായിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവൂല. എല്ലാം കൈകളിൽ മാത്രമായിരിക്കും, പുറമേ ആയിരിക്കും. നിങ്ങളെ ഹൃദയത്തിൽ അതൊന്നുമില്ല. ഹൃദയത്തില് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം. അപ്പൊ എങ്ങനെ എനിക്കറിയാം എന്റെ ഹൃദയം അങ്ങനത്തെ ഹൃദയമാണോ എന്നുള്ളത്? ഇൻ കേസ് നിങ്ങളെ പണി നിങ്ങൾക്ക് ഇല്ലാണ്ടായി പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളെ വിട്ടു പോയിനെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങള്
ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആ ഒരു നിങ്ങളൊരു വീട് നിങ്ങൾ ഇല്ലാണ്ടായി പോയാൽ, വീട് ഇല്ലാണ്ടായി പോയാൽ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? ഫുൾ ടൈം നിങ്ങൾ ആ ഒരാളെയും വിചാരിച്ച് നിൽക്കുന്നതാണെങ്കിൽ, ഫുൾ ടൈം നിങ്ങൾ ആ വീടും വിചാരിച്ച് നിൽക്കുന്നതാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, പക്ഷെ കൂടെ വേറെ കുറെ ആൾക്കാരുണ്ട്. ഖൽബു സലീം എന്ന് പറഞ്ഞാല് അല്ലാഹ് മാത്രം, അതിന്റെ കൂടെ അപ്പുറത്താരുമില്ല ഇപ്പുറത്താരുമില്ല. അതായത് ഖൽബു സലീം എന്നുള്ള ആ ഒരു ഹൃദയം വന്ന് കിട്ടിയാല് പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാഹ് ഖദ്ദറല്ലാഹ്, അല്ലാഹ് തീരുമാനിച്ചതാണ്, ഓക്കെ, അതായിരിക്കും ഖൽബു സലീം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതിന് അത്രയും വാല്യൂ ഉണ്ട്. അത് കിട്ടാൻ കുറച്ച് പാടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കിട്ടിയെന്നാ പറയുന്നത്. അപ്പം നമുക്ക് ഖൽബു സലീം ഉണ്ടോ? എത്ര ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഹൃദയം ഉണ്ട്? ഞാൻ എന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം എനിക്കില്ല എന്നുള്ളത്, പക്ഷെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എന്നെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ പറയുന്നതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ഹൃദയം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം ദുആ ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ അങ്ങനെ ഖൽബു സലീം നമുക്ക് കിട്ടൂല, നല്ല പ്രാക്ടീസ് വേണം. ജസ്റ്റ് നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സെൽഫി എടുക്കലില്ലേ? നമ്മളിങ്ങനെ ഫോട്ടോ സെൽഫി നമ്മളെ മക്കളെ പേരിൽ ഇങ്ങനെ സെൽഫി എടുക്കലില്ലേ? എല്ലാവരും എടുക്കലില്ലേ? എടുക്കാത്ത ആരുമില്ലല്ലോ. വെറുതെ വീട്ടിൽ നിന്നെങ്കിലും എടുക്കൂലേ? അപ്പൊ ഈ സെൽഫി എടുക്കുന്ന സമയത്ത് നിങ്ങളെ മുഖത്ത് സെൽഫി വെക്കാതെ ജസ്റ്റ് ഒരു എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ചെയ്യാൻ കഴിയില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കും. നിങ്ങൾ ഈ സെൽഫി എന്താക്കുക, നിങ്ങളെ ഹൃദയത്തിലേക്ക് ഒന്ന് വെച്ച് നോക്കിയേ. നമ്മളെ മുഖത്ത് സെൽഫി വെച്ചാല് നമ്മളെ മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണൂലേ? നമ്മളെ ഹൃദയത്തിലേക്ക് സെൽഫി വെച്ചാല് ആ സെൽഫിയിൽ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നത് നോക്ക്. അതായത് നിങ്ങളെ മക്കളെ കാണും, നിങ്ങളെ ഭർത്താവിനെ കാണും, നിങ്ങളെ കുറെ ഇഷ്ടങ്ങൾ കാണും, വിഷമങ്ങൾ കാണും, സങ്കടം കാണും, ദേഷ്യം കാണും, അങ്ങനെ ഒരുപാട് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഖൽബു സലീം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. അതാണ് ഖൽബു സലീം എന്ന് പറഞ്ഞാൽ. അപ്പം ഖൽബു സലീം എങ്ങനെ ആവണ്ടേന്ന് അറിയണമെങ്കിൽ ഒന്നുമില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്റ്റോറി നമുക്ക് നോക്കിയാൽ മതി. ഖുറാനിലെ സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും പറഞ്ഞിരുന്നുണ്ട്. ഖുറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരോ സ്റ്റോറി പറയുമ്പോൾ വെറുതെ ഇങ്ങനെ വായിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു സ്റ്റോറി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നല്ലതാണെങ്കിൽ അത് ലൈഫിൽ കൊണ്ടുവരിക, മോശമാണെങ്കിൽ അതിൽ ഞാൻ പെടരുതേന്ന് നോക്കുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ സ്റ്റോറി പറയുന്നതല്ല. അപ്പം സൂറത്ത് മറിയമിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉപ്പാനോട് പറയുന്നുണ്ട്, യാ അബി ഈ ഷിർക്കും ചെയ്യല്ലേ, ഇത് തെറ്റല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ? അതിങ്ങനെ എത്ര ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് അത് തദബ്ബുർ ചെയ്തില്ല? നോക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു പൊസിഷനിൽ നിങ്ങളാണെന്ന് വിചാരിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉപ്പാന്റെ സ്ഥാനത്ത് നിങ്ങളെ കുടുംബത്തിലെ ആരെങ്കിലോ, നിങ്ങളെ ഭർത്താവോ, നിങ്ങളെ ഉപ്പയോ, നിങ്ങളെ മക്കളോ ആരായിക്കോട്ടെ, ആ സ്ഥാനത്ത് ഉപ്പയാണ്. ആ ഉപ്പാന്റെ സ്ഥാനത്ത് നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു പൊസിഷനിൽ ഞാനൊന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഈ പൊസിഷൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് 100% ശരിയാന്നുള്ളത്. നേരെ തൊട്ടിപ്പുറത്ത് ആ ഉപ്പ എന്താ വിചാരിക്കുന്നത്, ഞാനാണ് 100% ശരി എന്നുള്ളത്. സെയിം ഞാൻ ആ പൊസിഷനിലാണെങ്കിൽ എനിക്കറിയാം ഞാൻ അയാളോട് പറയുന്നത് 100% ഞാൻ ശരിയാന്നുള്ളത്. എന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന എന്റെ ഭർത്താവ് ആയിക്കോട്ടെ, എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ വിചാരിക്കുന്നത് ഞാൻ പറയുന്നതാണ് 100% ശരി എന്നുള്ളത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ അബി ഇത് തെറ്റാണ്, ചെയ്യില്ലേ എന്ന് പറഞ്ഞു. അപ്പം ഇബ്രാഹിം നബിന്റെ ഉപ്പ എന്താ പറഞ്ഞേ, നീ ഞാന് പണ്ടേ ചെയ്യുന്നത് നീ ഇതാക്കുന്ന, ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് ഇതാക്കുക, നീ എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിക്കൂടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒരാളോട് അത് തെറ്റാന്ന് പറയുമ്പോൾ നിങ്ങളെ മുന്നിൽ നിങ്ങളെ ഭർത്താവ് ആയിക്കോട്ടെ, നിങ്ങളെ ഉപ്പ ആയിക്കോട്ടെ, നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഇത്രയും കഠിനമായ വാക്കുകൾ നിങ്ങളോട് പറയും. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കൊള്ളണം, നിന്നെ ഞാൻ കല്ലെടുത്തിട്ട് എറിയും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? അടുക്കിട്ടാ കാണിച്ചു തരാം, ഞാൻ ഇതിൽ നല്ലോണം പറഞ്ഞുതരാം. അല്ലെങ്കിൽ അടുക്ക് ഇനി അതിന്റെ അടുത്ത പ്രാവശ്യം എനിക്ക് കാണിച്ചു തരാം, ഇനി ഞാനൊന്നും പറഞ്ഞില്ല, ഇനി ഞാൻ എന്റെ അടുത്ത് തരുന്നേ ഇല്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരിക. നേരെ മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞേ, സലാം, ഞാൻ ദുആ ചെയ്യാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉപ്പാക്ക് വേണ്ടി, പൊറുക്കലിന് വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാം, സലാം. ഇതാണ് ഖൽബു സലീം. നമുക്ക് എത്രയൊക്കെ പറയാൻ പറ്റും, നമ്മൾ ഒരാൾ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കോ, നമ്മൾ ഭയങ്കരമായിട്ട് വഴക്ക് പറയോ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഓക്കെ സലാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിന് വേണ്ടിയിട്ട് തേടും. നമ്മൾ ഒരു ഡയലോഗ് ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ 2 ഡയലോഗ് ഞാൻ അങ്ങോട്ട് പറയും. അത് ഖൽബു സലീം അല്ല. അതുകൊണ്ടാണ് ഖൽബു സലീം സ്ട്രെയിറ്റ് പാത്താണ്, സ്വർഗത്തിലേക്കുള്ള ഡയറക്റ്റ് എൻട്രി ആണെന്ന് പറയുന്നത്. അതായത് എന്റെ ഹൃദയത്തില് വേറൊന്നുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. അള്ളാഹ് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ഞാൻ ചെയ്യും, അള്ളാഹ്ക്ക് ഇഷ്ടമില്ല അത് ഞാൻ ചെയ്യുന്നില്ല. സിമ്പിൾ ആണ്, ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ കാണണ്ട,
ഭയങ്കരമായിട്ട് ചേഞ്ച് വരും. ബൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ കാണുകയേ വേണ്ട. നിങ്ങളെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയ സൃഷ്ടികളാണ്. അള്ളാന്റെ സൃഷ്ടികളാണ്. അള്ളാഹ് ഉണ്ടാക്കിയ കുറച്ച് ആൾക്കാരാണ്. ഓക്കെ, അതായത് ഞാൻ മുന്നിൽ കാണുന്നത് ഫാത്തിമാനെയോ മുഹമ്മദിനെയോ ഖദീജാനെയോ ഒന്നുമല്ല. ഞാൻ കാണുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയ സൃഷ്ടികളെ മാത്രമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വരുമ്പം ആ ഒരു വ്യക്തി, ആ ഒരു എന്റെ ഭർത്താവ് ആയിക്കോട്ടെ ആരെങ്കിലും എന്നോട് വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി, എന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി, എന്നെ ഭയങ്കരമായിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പം ഞാൻ ആ കാണുന്നത് എന്റെ ഭർത്താവായിട്ട് മാത്രമാണെങ്കിൽ ഞാൻ പറയും ആടുക്ക് നിങ്ങൾ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണെന്ന് പറയും, അല്ലെങ്കിൽ മൂല പോയിട്ട് അവിടെ നിന്നിട്ട് കാര്യം. നേരെ മറിച്ച് അത് അള്ളാന്റെ സൃഷ്ടിയാണെന്ന് ശരിക്കും ബോധം ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ എന്താ വിചാരിക്കാന്ന് വെച്ചാല്, കാരണം ആ ഒരു വ്യക്തിനെ സംസാരിപ്പിച്ചത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു പേരെന്താ? മുഅ്മിനാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ വിശ്വാസിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്ത് പ്രശ്നത്തിൽ നിന്നും വിശ്വാസിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പം ആ ഒരു അടിമേന, ആ എന്റെ ഭർത്താവ് ആയിക്കോട്ടെ, ആ ഭർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയല്ലേ അതിന് ഓക്കെ കൊടുത്തത്. അതായത് എനിക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് എനിക്ക് ഇല്ലാണ്ടായി? അപ്പൊ നമ്മൾ നോക്കേണ്ടത്, യാ അല്ലാഹ് ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ, നിന്റെ ഒരു സൃഷ്ടി എന്നോട് ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ നീ അത് അനുവദിച്ചിനെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ നീയുമായിട്ടുള്ള റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുത്തുന്നുണ്ടോ? എന്നിട്ട് തൗബ ചെയ്യാൻ. അല്ലാതെ ഓളം തന്നെ പറ്റിച്ച് അങ്ങനെ പറഞ്ഞ് ഞാൻ ഇത്രയും ചെയ്തു കൊടുത്തിട്ട് ഓളം തന്നെ അങ്ങനെ ആക്കിയെന്ന് പറയാതെ, യാ റബ്ബേ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, യാ റബ്ബേ നീ എനിക്ക് പുറത്തുതാ, തൗബ ചെയ്ത് ഓരോ, കാരണം ആ ഒരു വ്യക്തിക്ക് പറയാൻ വേണ്ടിട്ട് അലൗ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലേ, വേറെ ആരും അല്ലല്ലോ. ആ ഒരു പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നില്ല? അപ്പൊ സെയിം ഇത്രയോ, നിങ്ങൾ അത് ഒരു ഭർത്താവായിട്ടോ നിങ്ങളെ മക്കളായിട്ട് ഉപയോഗിച്ചോ കാണണ്ട, അള്ളാന്റെ ഒരു സൃഷ്ടിയായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പൊ എന്ത് പ്രശ്നം വരുമ്പോ അങ്ങനെ മാത്രം ചിന്തിക്കുക, യാ റബ്ബേ എന്ത് ഇത് നീ അലൗ ചെയ്തത് ഇങ്ങനെ വരാൻ വേണ്ടിട്ട്? അതിന്റെ അർത്ഥം ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, എന്തോ ഒരു പോരായ്മ ഉണ്ട് അല്ലേ എനിക്ക് നിന്നോടുള്ള റിലേഷനിൽ. എന്നിട്ട് തൗബ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങും. എന്റെ ലൈഫ് 24 മണിക്കൂറും അള്ളാല് മാത്രമായിരിക്കണം റോം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇങ്ങനെ ചുറ്റണത് അല്ലാഹു സുബ്ഹാനഹു വതആല ആയിട്ടാണ്. അല്ലാതെ എല്ലാ ദിവസവും മക്കള് ഭർത്താവ് അടുക്കള ആ രീതിയിൽ ചുറ്റാതെ ഫുൾ ടൈം അല്ലാഹു സുബ്ഹാനഹു വതആല ആയിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഹൃദയം എന്താവും? ഖൽബു സലീം ആവുന്ന പറയുന്നത്. അപ്പൊ എത്ര ആൾക്കാർക്ക് അങ്ങനത്തെ ഖൽബു സലീം ഉണ്ട് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചില്ലേ, ഖൽബു സലീം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി, ഓക്കെ ഈ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രി ഉണ്ട് സ്വർഗത്തിലേക്ക് എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അധികം ആൾക്കാരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഞാനെല്ലാം ചെയ്യുന്നില്ലേ, ഓക്കെ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഞാൻ സാധാ ഫർദ് നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് എടുക്കുന്നുണ്ട്, നോമ്പ് എടുക്കുന്നുണ്ട്, ഞാൻ പിന്നെന്താ കാര്യമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മളെന്താ വിചാരിക്കുന്നത്, സ്വർഗം നമ്മുടെ പോക്കറ്റിലായി എന്നുള്ളത്? ഒരിക്കലും അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, എന്താ, നിങ്ങളുടെ അമലുകൾ നോക്കിയിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകും നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാന്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സ്വർഗമാണോ ഡയറക്റ്റ് എൻട്രി, ജന്നാത്തുൽ ഫിർദൗസ് ആണോ, ഖൽബു സലീം ആണ്. ഇമാം ഇബ്നു അൽ ഖയ്യൂം റഹിമഹുള്ള പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഖൽബു സലീമുള്ള ഹൃദയം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഹൃദയം ഉണ്ടാവല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളാണോ നോക്കുക, നിങ്ങളുടെ ഹൃദയത്തില് അങ്ങനെ കാര്യമായിട്ട് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഉണ്ടാവും. എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളും അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അള്ളാഹ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യാം, അള്ളാഹ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ ഇല്ല ചെയ്യൂല. ആഗ്രഹങ്ങൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ആഗ്രഹങ്ങൾ അതുണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, ഇപ്പം നിങ്ങളാരിപ്പോ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടില്ല എന്ന് വിശ്വസിക്കുന്നത്, നിങ്ങളെ മക്കളെ കേസ് എടുക്കാം. ഇൻ കേസ് നിങ്ങളെ മക്കൾ ഇടുന്നുണ്ടെങ്കിൽ ഓക്കെ, അവര് ഫുൾ പ്രോപ്പർ ഹിജാബിലാണ് ഉള്ളത്, അള്ള പറഞ്ഞ പോലത്തെ വസ്ത്രത്തിലാണ് ഉള്ളത് ഫുള്ള്. പക്ഷെ ഒരു ചെറുങ്ങനെ ഒരു ഐലൻഡർ ഇട്ട്, ഓക്കെ, കണ്ണിന് ഇങ്ങനെ ചെറുങ്ങനെ ഒരു ഐലൻഡർ, ഓക്കെ, അതങ്ങനെ ഇട്ട്. അപ്പൊ ആ സമയത്ത് ഖൽബു സലീം വന്നിട്ട് പറയും ഇത് ചെയ്യണ്ട, ഇത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതല്ല. ആ ഒരു ഉള്ളെന്ന് നമുക്ക് ഒരു ഉൾവിളി എന്നൊക്കെ പറയില്ല, ആ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ വരും, ഇത് ചെയ്യണ്ട, ഇത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതല്ല. അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ നഫ്സ് പറയും അത് പ്രശ്നമൊന്നുമില്ല, കുറച്ചു നേരത്തേക്കില്ലേ, ജസ്റ്റ് ഒരു ഐലൻഡർ അല്ലേ, അതൊന്നും ഇത്ര വലിയ പ്രശ്നമുള്ളത്. എപ്പം നിങ്ങൾ അത് ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങിയോ അത് പ്രശ്നമില്ല അത് കുറച്ചു നേരത്തേക്കല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഖൽബു സലീം അല്ല. നേരെ മറിച്ച് ഓക്കെ ഇത് അള്ളാഹ്ക്ക് തൃപ്തിയില്ല എന്നാ പിന്നെ ഞാൻ ചെയ്യുന്നില്ല, ആ ഐലൻഡർ വേഗം മായിച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് എറിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഖൽബു സലീം എന്നാ പറയുന്നത്. ഇനി സെയിം നിസ്കാരത്തിന്റെ ടൈം വന്നു,
സെയിം ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ നമുക്ക് വേഗം മനസ്സിലാക്കണ്ട. പാത്രം കഴുകുന്ന സമയമായിക്കോട്ടെ, അടിച്ചു വരുന്ന സമയമായിക്കോട്ടെ, നിസ്കാരത്തിന്റെ ടൈമായി ഉള്ളെന്ന് പറയും, നിസ്കാരത്തിന്റെ ടൈമായി എന്നുള്ളത്. പക്ഷെ ഞാൻ പറയും ഈ അടിച്ചുവാരി കൂടി കഴിച്ച്, അടിച്ചുവാരിയും കൂടി കഴിച്ച് സമാധാനത്തിൽ നിസ്കരിക്കുക, അങ്ങനാക്കി നിസ്കരിക്കുക, ഇങ്ങനാക്കി നിസ്കരിക്കുക. കൽബു സലീമല്ല, ഹൃദയം കൽബു സലീമല്ല. അതില് അള്ളാഹ് എന്ന് പറഞ്ഞ സംഭവം അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ല ഉള്ളത്. അടിച്ചുവാരല്, കിച്ചണ്, അങ്ങനത്തെ കാര്യങ്ങള് ഇതൊക്കെയാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്. അപ്പൊ കൽബു സലീമല്ല. സെയിം ഇപ്പൊ ആരെങ്കിലും എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് തർക്കിച്ചിനെങ്കിൽ കൽബു സലീം, ആ ഉള്ളുന്ന ഹൃദയം പറയും വേണ്ട, മിണ്ടണ്ട, അനങ്ങാണ്ടിക്ക് മതി, മിണ്ടണ്ട. പക്ഷെ എന്റെ നഫ്സ് പറയും ഒരു രണ്ടങ്ങോട്ട് പറഞ്ഞാലല്ലേ അവള് പഠിക്കൂ, രണ്ടെണ്ണം അങ്ങോട്ടേക്ക് പറ. അങ്ങനെ നിങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞില്ലെങ്കിൽ കൽബു സലീം അല്ല. നേരെ മറിച്ച് നിങ്ങൾ ഓക്കെ മദീനി വഴക്കിന് നിൽക്കണ്ട, അനങ്ങാണ്ട് നിൽക്കാന്നാണെങ്കിൽ സലാം, കൽബു സലീമാണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു സ്ട്രഗിൾ ആണ്. നിങ്ങൾക്ക് വേഗം ഈ ഒരു പ്രോസസ്സിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പം ഞാൻ 67 കിലോ ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് 50 കിലോ ആക്കണമെങ്കിൽ ഒറ്റയടിക്ക് പോയിട്ട് എനിക്ക് 67 ആക്കാൻ കഴിയും? ഇല്ല. ഞാനത് മെല്ലാണ് ഓരോ ദിവസവും ട്രൈ ചെയ്തോണ്ടിരിക്കും അല്ലെ, ഭക്ഷണം കുറച്ചിട്ടും എക്സസൈസ് ചെയ്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കും. അപ്പൊ അതുപോലെ നമ്മൾ ഇന്ന് കൽബു സലീമിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് എനിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ പൊസിഷനിൽ എത്താൻ പറ്റൂല. പക്ഷെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും, ഉറപ്പാണ്. ഇതൊരു ടഫ് റോഡാണ്. ഈ റോഡ് എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. കാരണം നമ്മൾ രണ്ടാൾക്ക് എതിരെയാ പോരാടുന്നത്. ഒരു യുദ്ധം തന്നെ പറയാം. ഒന്ന് എന്റെ നഫ്സിനെതിരെയാണ് ഞാൻ പോരാടുന്നത്, രണ്ട് ഈ സൊസൈറ്റിക്ക് എതിരെയാണ്. നഫ്സ് പറയും ചെയ്തോ, പ്രശ്നമില്ല എന്ന് പറയും. സൊസൈറ്റി പറയും ഓ ഓള് വലിയ മുത്തക്കി, ഓള് വലിയ ദീനി. കുറെ ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് ഓളിങ്ങനെ കുറെ കുത്തുവാക്കുകളൊക്കെ സഹിക്കേണ്ടി വരും. അപ്പൊ ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും സഹിക്കേണ്ടി വരും ഈ ഒരു റോഡിലേക്ക് കേറിയാൽ. പക്ഷെ കേറി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അത് വേറെ തന്നെ ലെവലായിരിക്കും എന്നാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഗോൾ എന്തായിരിക്കണം? എനിക്കിനി എന്റെ നെക്സ്റ്റ് ഗോൾ, ഇന്ന് മുതൽ എന്റെ ഗോൾ എന്ന് പറയുന്നത് കൽബു സലീം. എനിക്ക് എന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം, വേറെ ഒന്നും എനിക്ക് വേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം എന്റെ കയ്യിൽ, ഒന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണെങ്കിൽ പിന്നെ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബാക്കിലേ തരും എന്നാ പറയുന്നത്. പിന്നെ നമുക്ക് ദുനിയാവിനെ പറ്റിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തരും അത്. അപ്പൊ അതാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത്, ആഗ്രഹം ആയിട്ട് കൽബു സലീമുള്ള ഡിബേറ്റ് ആണ്. രണ്ടാമത്തെ പറഞ്ഞാൽ ചിന്ത, നമ്മൾ ചിന്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എതിരായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കൽബു സലീം അല്ല. അതും ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഹിജാബ് ഇട്ടിട്ടല്ല പോകുന്നത്. അതായത് സാധാ ഒരു ഡ്രസ്. ചില ആൾക്കാർ പറയും അത് നിർബന്ധമല്ല, അത് ഖുർആനിൽ ഇല്ല എന്ന് പറയും. ചില ആൾക്കാർ പറയും അത് ഹദീസിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയും. ചില ആൾക്കാർ പറയും അത് മുടി മാത്രമേ കവർ ചെയ്യേണ്ടുള്ളൂ, ബാക്കിയൊന്നും കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ പല തോട്ടും വരും. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡിബേറ്റ് ആണ്. ഉള്ളെന്ന് പറയും ഇത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതല്ലേ, പ്രോപ്പർ ഹിജാബ് ധരിച്ചോളെ. പക്ഷെ നമ്മൾ ഡിബേറ്റ് ചെയ്തിട്ട് പറയും അതൊന്നും പ്രശ്നമില്ല, അങ്ങനൊന്നും പ്രശ്നമില്ല, ഇതിനാണ് ഇത്ര വല്ല ലോജിക്കുള്ള, മുടി മാത്രം കവർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മളത് ജസ്റ്റിഫൈ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്തില്ല, കൽബു സലീമില്ല. നേരെ മറിച്ച് ഓക്കെ അള്ളാഹ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഓക്കെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഫുൾ പ്രോപ്പർ ഹിജാബ് ഇട്ടു. അപ്പൊ എന്തൊക്കെ ചിന്തകള് നമുക്ക് വരുന്നുണ്ടോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൽബു സലീം ആയി എന്നാ പറയുന്നത്. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഹൃദയം ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ എന്താക്ക, ഞാൻ വെറുതെ വാഴുന്ന കാര്യമല്ലേ, ശരിക്ക് ചെയ്ത് ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതുക. എന്നിട്ട് അതിൽ നിങ്ങളെ തോട്ട് എന്താ, നിങ്ങളെ ചിന്ത എന്താന്ന് ഇതിനെ പറ്റിയിട്ട് എഴുതി നോക്കുക. അള്ളാഹ്ക്കെതിരെയാണ് പറയുന്നതെങ്കിൽ ക്രോസ് ചെയ്യുക, എന്നിട്ട് പറയുക റബ്ബേ ഇനി ഞാൻ ചെയ്യൂല, ഇനി ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മാത്രം. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇനി ഇതൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞാല്, അതായത് നമ്മുടെ ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാല്, നമ്മുടെ ആ ഒരു ചിന്തയൊക്കെ ശുദ്ധിയായി കഴിഞ്ഞാല്, ഖുർആനും സുന്നത്തിനും അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാല് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് പിന്നെ നിങ്ങൾക്ക് ശരിക്കുള്ള ഒരു ഫ്രീഡം കിട്ടും എന്നാ പറയുന്നത്. ശരിക്കും നിങ്ങൾ സ്വതന്ത്രമായി എന്നാ പറയുന്നത്. ശരിക്കും ഒരു ഫ്രീഡം കിട്ടി. അതായത് നമ്മൾ എന്തിന്റെങ്കിലും ഒരു അടിമയാണ്. ഒന്നെങ്കിലും നമ്മൾ സൊസൈറ്റിന്റെ അടിമയാണ്, അതായത് ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ എന്ത് വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഫോണിന്റെ അടിമയാണ്, വാട്സപ്പിന്റെ അടിമയാണ്, ഭക്ഷണത്തിന്റെ അടിമയാണ്, അല്ലെങ്കിൽ ഫാഷന്റെ അടിമയാണ്, ട്രെൻഡിന്റെ അടിമയാണ്. നമ്മൾ എന്തിന്റെങ്കിലും ഒരു അടിമയാണ്. പക്ഷെ നമ്മുടെ ഹൃദയം അള്ളാഹ്ക്ക് മാത്രമാക്കി കഴിഞ്ഞാല് നമ്മൾ ശരിക്കും ആരാവും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാവും. അള്ളാന്റെ അടിമയായി കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് അതാണ് ഏറ്റവും വലിയ ഒരു പൊസിഷൻ. ഈ ഇബാദത്തുകളിൽ ഏറ്റവും വലിയ പൊസിഷനാണ് അള്ളാന്റെ അടിമയാകാന്ന് പറഞ്ഞാൽ. അള്ളാന്റെ അടിമ എങ്ങനെയാവാ? അതായത് ഇപ്പൊ എനിക്കൊരു അടിമ ഉണ്ടെങ്കിൽ ഞാൻ അടിമനോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, അപ്പൊ അടിമ എന്താ പറയാ, അത് ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം, അതിലെന്തൊരു ലോജിക്കുള്ള, എവിടെയുള്ള?
എനിക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ അടിമ പറയൂലല്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ അടിമ എന്താ പറയാ? യെസ് ഞാൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ ചോദിക്കും യെസ് ഞാൻ ചെയ്യാം. ചെയ്യാം എന്നുള്ള വാക്ക് മാത്രമേ ഒരു അടിമ പറയൂലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് കൺഫേം ആക്കുക. എന്നിട്ട് എന്താക്കുക? യെസ് ഞാൻ ചെയ്യാം. പിന്നെ അപ്പുറത്തിപ്പുറത്തൊരു ചോദ്യമൊന്നുമില്ല. അതെന്തുകൊണ്ടാ, അതെന്തിനാ ഇങ്ങനെ പറഞ്ഞ്, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇല്ല. ചെയ്യാൻ പറഞ്ഞോ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി അടുത്തയിലേക്ക് മൂന്നാമത്തേൽ പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹൃദയത്തിൽ കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അതായത് ദേഷ്യം, സങ്കടം, വിഷമം, അങ്ങനത്തെ കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഇഷ്ടം ഉണ്ടാവണം, പിന്നെ തവക്കുല്, പിന്നെ പേടി, പിന്നെ വിശ്വാസം, പിന്നെ അള്ളാഹിൽ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുക. ഇതൊക്കെ നിങ്ങളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖൽബുസ് സലീം ഉണ്ടെന്നാ പറയുന്നത്. ഹദീസ് ഖുദ്സിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എനിക്ക് ഒരാളെയും പാർട്ട്ണർ ആയിട്ട് വേണ്ട, എനിക്ക് ഒരുപോലെ ആയിട്ട് പാർട്ട്ണർ ആയിട്ട് എനിക്ക് ആരും വേണ്ട. ഞാൻ ഈ പറയുന്നത് വലിയ ശിർക്കുള്ള കാര്യമല്ലേ. നമ്മളെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഒരാളും ശിർക്ക് ചെയ്യാത്ത ആൾക്കാരാണ് അല്ലെ. വേറെ ദൈവത്തിനോടൊന്നും വിളിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറയുന്നത് ഷിർക്കും ഖഫിയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഷിർക്കും ഖഫീനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എനിക്ക് പാർട്ട്ണർ ആയിട്ട് ആരെയും വേണ്ട. അപ്പം നമ്മള് അള്ളാഹ്ക്ക് തുല്യമായിട്ട് പാർട്ട്ണർ ആയിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് പുറമെ എന്റെ ഏതെങ്കിലും അടിമയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ അടിമന്റെ പേരെ ഞാൻ നിങ്ങൾക്ക് വിട്ടരും എന്നാ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, ഈസി ആയിട്ട് മനസ്സിലാകാനാണെങ്കിൽ, എന്റെ ഭർത്താവ് പറയുന്നത് ഹിജാബ് ഇടണ്ട, എനിക്ക് ഇങ്ങനെ ഇഷ്ടം നിന്നെ കാണാൻ വേണ്ടിയിട്ട്, തലയില് ജസ്റ്റ് ഷോള് മാത്രം ഇട്ടാൽ മതി, വേറെ ടൈറ്റ് ചൂരിദാർ ഇട്ടിട്ട് ടൈറ്റ് ചൂരിദാർ ഇട്ട് കാണാൻ എനിക്ക് ഇഷ്ടം. ഷിർഖും ഖഫി. അല്ലാഹു സുബ്ഹാനഹു വ തആലനെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരട്ടെ, പറയുന്നതിന് തന്നെ എനിക്ക് ലജ്ജയുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലനെക്കാളും ഒപ്പിച്ചിട്ടല്ല, അതിനേക്കാളും മേലെ ആയിട്ട് നമ്മൾ കണ്ടത്. നമ്മളെ സ്വന്തം ഭർത്താവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മേലെ ആയിട്ടാ കാണുന്നത്. അപ്പം എന്ത് കാര്യമായിക്കോട്ടെ, പണിയായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങളെ കിച്ചണിലുള്ള ഡ്യൂട്ടി ആയിക്കോട്ടെ, അള്ളാഹ് ടൈം ആയാലും വിളിച്ചാല് നമ്മൾ എന്താക്കുന്ന ഷിർഖും ഖഫി, മേലേക്ക്, അള്ളാഹിനെക്കാളും മേലെ, എനിക്ക് അടുക്കള പണി അതിനേക്കാളും മേലെ. ഇപ്പൊ ഇരുന്ന് ഫോൺ വിളിക്കുന്നുണ്ടാവും, നമ്മളിങ്ങനെ നമ്മൾ ഇത്താത്തിനെ മറ്റേ ഇങ്ങനെ ഫോൺ വെച്ചിരുന്ന് ബാങ്ക് കൊടുത്തു, ആ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അള്ള വിളിക്കുന്നുണ്ട് ഹയ്യാൽ ഫല, വിജയത്തിലേക്ക് വാന്ന് പറയുമ്പോ അടുക്ക. എന്നിട്ട് അവളെന്താ മറ്റേ വെച്ച് എന്താ പറഞ്ഞേ, എന്നിട്ട് എന്താക്കിയ, എന്നിട്ട് എവിടെ പോയേ? ഷിർഖും ഖഫി. അള്ളാഹിനെക്കാളും മേലെ ഞാൻ ആ ഒരു അടിമനെ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ എന്നെക്കാളും മേലെ നിങ്ങൾ എന്റെ അടിമനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ശരിക്കും ശ്രദ്ധിച്ചോളെ, എന്നെക്കാളും മേലെ നിങ്ങൾ എന്റെ ഒരു അടിമനെയാണ് കാണുന്നതെങ്കിൽ, അതെന്തോ ആയിക്കോട്ടെ, നിങ്ങള് ബ്യൂട്ടി ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ആൾക്കാരായിക്കോട്ടെ, അവരെ കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ എന്താക്കും, അവരെ നിങ്ങൾ വിട്ടരും എന്നാ പറയുന്നത്. അതായത് ഈ ദുനിയാവിൽ തന്നെ അവരെ കൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കും. വല്ലാഹി ഞാന് കണ്ണോട് കണ്ടിട്ടുണ്ട് എത്രയോ ഉമ്മമാർ മക്കൾക്ക് വേണ്ടിട്ട് അങ്ങനെ ജീവിക്കും, മക്കൾക്ക് വേണ്ടിട്ട് അങ്ങനെ ജീവിക്കും. അതായത് മക്കള് ഈവൻ മക്കൾക്ക് വേണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എതിരെ വരെ പോകും. ഈ സെയിം മക്കള് തന്നെ ഉമ്മാരെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്തു ആ അടിമക്ക്. കാരണം നമ്മള് അള്ളാഹിനെക്കാളും മേലെ ഈ മക്കളെ കണ്ടു. അപ്പൊ ശരിക്കും ഒന്ന് ചിന്തിക്കാം, നമ്മള് പാരന്റ്സ് ശരിക്കും ചിന്തിക്കും. നിങ്ങൾ എല്ലാ കാര്യത്തിലും, അടുക്കള പണി ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അള്ളാഹിനെക്കാളും മേലെ നിങ്ങൾ കാണല. കാരണം അങ്ങനെ കണ്ടു കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും, ആ സെയിം സംഭവത്തിനെ കൊണ്ട് തന്നെ നമ്മളെ ടോർച്ചർ ചെയ്യിപ്പിക്കും. ഈവൻ ജോബ് ആയിക്കോട്ടെ, നമ്മൾ വിചാരിക്കണ്ട ടോർച്ചർ എന്ന് പറഞ്ഞാല് ഈ ഭയങ്കര വിഷമാകുക, ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കാന്നല്ല. ഇപ്പൊ എനിക്ക് അള്ളാഹ്ക്ക് തൃപ്തി ഇല്ലാത്തൊരു പണി കിട്ടി, ഞാൻ ആ പണിയാ ചെയ്യുന്നത്, പക്ഷെ എനിക്ക് നല്ല സാലറി ഉണ്ട്, നല്ല ഉയർച്ചയുണ്ട്, എല്ലാം ഉണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്താ പ്രശ്നം വന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിക്കുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ദുനിയാവിൽ ഇങ്ങനെ അങ്ങനെ മുഴുകി ഇരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് എടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നോക്കാം നമ്മൾ ഏത് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത്. നമ്മള് ഷിർഖും ഖഫി ചെയ്യുന്നുണ്ടോ? അള്ളാഹിനെക്കാളും മേലെ ഏതെങ്കിലും ഒരു അടിമ, എന്തെങ്കിലും ഒരു പണി നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വലിയ ഡേഞ്ചർ കളിയാണ്. അതായത് നമ്മൾ അടുക്കള പണിയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അടുക്കളയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടും. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല തരൂല. കാരണം നമ്മൾ പ്രിഫർ ചെയ്തത് അടുക്കള പണിയാണ്. നമ്മളെ ടീച്ചർ പറയും 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന പണി നിങ്ങൾ 20 മിനിറ്റ് എടുക്കല്ലേ. ആ 10 മിനിറ്റിന്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഹൈർ, എന്നിട്ട് അള്ളാഹിന്റെ അടുത്തേക്ക് വാന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം എനിക്കിപ്പോ സ്കൂളില്
അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഇപ്പൊ ക്രിസ്ത്യൻ സ്കൂളിൽ ചേർത്തു, എന്നിട്ട് പ്രായപൂർത്തിയായ മക്കൾ പറയും എനിക്ക് ഹിജാബ് ഇടാൻ പറ്റില്ല. എന്തുകൊണ്ട്? പാരന്റ്സ് ആ ദുനിയാവ് മാത്രം കണ്ടു. അത് ഭയങ്കര സ്കൂളാണ്, ആടെയാണ് ഭയങ്കര അറിവുള്ളത്. പക്ഷെ തട്ടിടാൻ വിടൂല, ളുഹർ നിസ്കരിക്കാനും വിടൂല. അത് പ്രശ്നമില്ല, വീട്ടിൽ വന്നിട്ട് നിസ്കരിച്ചാ പോരെ, അത് പ്രശ്നമില്ല, കുറച്ചു നേരത്തേക്കല്ലേ. ദുനിയാവിനെ കണ്ടു, ഷിർഖും ഖഫി, അതിനെ കൊണ്ട് തന്നെ അനുഭവിക്കും ചെയ്യും. അപ്പൊ ഖൽബു സലീം എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൃദയത്തിൽ എന്ത് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്നും വേണ്ടേ, നിങ്ങൾ ജസ്റ്റ് ഗാസയിൽ നടക്കുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്ക്. നമ്മുടെ ടീച്ചർ ഗാസയിലേക്ക് പോയപ്പം അവിടെയുള്ള ഒരു സ്ത്രീയോട് സംസാരിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരു സ്ത്രീയുടെ ശരിക്കും നടന്നതാണല്ലോ, നിങ്ങൾ നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സ്ത്രീ അത്ര ഭയങ്കര പ്രായമൊന്നുമില്ല, ഒരു 30 വയസ്സാമറ്റേ ഉള്ളൂ. അവരുടെ ഭർത്താവിനെയും മോനെയും ഈ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി. എവിടെയാണെന്നൊന്നും അറിയില്ല. ഭയങ്കര തണുപ്പുള്ള സമയമാണ്, ചെരുപ്പ് വരെ ഇല്ല. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പുറത്താക്കി. എന്നിട്ട് അവർ ചെറിയൊരു മോളെയും കൂട്ടി ഇങ്ങനെ നടന്ന് എത്രയോ ദൂരെ വേറൊരു സ്ഥലത്തേക്ക് എത്തി. എന്നിട്ട് അവിടെ നിന്നു. എന്നിട്ട് നമ്മുടെ ടീച്ചർ ഈ ഒരു സ്ത്രീയോട് ചോദിച്ചതാണ് ഇതെങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളത്. അതായത് ഭർത്താവില്ല, മോനില്ല, ചെരുപ്പ് വരെ ഇല്ലാതെ ഈ ചെറിയ മോളെയും കൊണ്ട് ഇങ്ങനെ നടന്നു. ഇത്രയും ഒരു 10 കിലോമീറ്റർ മറ്റും നടന്നിട്ടുണ്ട്. സൈഡിലൊക്കെ പട്ടാളക്കാർ തോക്കും വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പം ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്. വലിയ 40 വയസ്സൊന്നല്ല, 30 വയസ്സാമറ്റേ ഉള്ളൂ. പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ജീവിച്ചത് ദുനിയാവിന് വേണ്ടിയിട്ടല്ലല്ലോ, ഞാൻ ആഖിറത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ജീവിച്ചത്. എന്റെ ഒറ്റ നിയത്ത് എന്ന് പറഞ്ഞാൽ ഹലാലായ വസ്ത്രം, ഹലാലായ ഭക്ഷണം, എന്റെ മക്കൾ ഹലാലായ രീതിയിൽ വളരണം, എന്റെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയിട്ട് അറിയണം. ഇത് മാത്രമാണ് എന്റെ നിയത്ത്. ഞാൻ ഫുൾ കവർ ചെയ്തിട്ട് മാത്രമേ നടക്കുള്ളൂ. കാരണം എനിക്ക് മരിക്കുമ്പം ഫുള്ള് കവർ ചെയ്തിട്ട് മാത്രമേ മരിക്കണ്ടുള്ളൂ. കാരണം എനിക്ക് അള്ളാന്റെ അടുത്തേക്ക് പോകുമ്പോൾ അത്രയും നല്ലൊരു ഇതായിട്ട് മാത്രമേ പോകണ്ടുള്ളൂ. ഈ ഒരു സ്ത്രീക്ക് ഖൽബു സലീം ഉണ്ടോ എന്ന് നമുക്കറിയില്ല, അള്ളാഹു അഅലം. പക്ഷെ ഈ ഒരു സ്ത്രീയുടെ ഫോക്കസ് എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മളിൽ എത്ര ആൾക്കാർക്ക് ഉണ്ടാവും ഇങ്ങനെ? നമ്മൾ അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും, പക്ഷെ നമ്മൾ വായ കൊണ്ടല്ലേ പറയുന്നത്. നമ്മള് ജസ്റ്റ് ഒരു ചെറിയൊരു ചൂടായാൽ മതി, നമ്മൾ പറയും ഓ എന്ത് ചൂട്, ഇനി കറണ്ട് ഇല്ലെങ്കിൽ പറയും ഒരു ദിവസം കറണ്ട് ഇല്ല, ഒരു കറണ്ടും ഇല്ല. ഗാസയിലേക്ക് പോയി നോക്ക്, 6 മാസം അവർക്ക് കറണ്ട് ഇല്ല. 6 മാസത്തോളം കറണ്ട് ഇല്ല. രാത്രിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. എന്നിട്ട് അവർ നിൽക്കുന്നില്ല, അവർ തവക്കുല് നോക്കി, അവർ ശരിക്കും മനസ്സ് തട്ടിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്നുള്ളത്. അവരുടെ ഫോക്കസ് എവിടെ മാത്രമാണ്? ആഖിറത്തിലേക്ക് മാത്രമായിരുന്നു അവരുടെ ഫോക്കസ്. നമ്മള് എല്ലാം ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിനോ, എന്തേ യാ റബ്ബേ എനിക്ക് ഇത്രയും സൗകര്യം തന്നേന്നുള്ളത്. നമ്മളെ പ്രശ്നം എന്ത്? എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ യാ റബ്ബേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെന്ന് ചോദിക്കുന്നില്ല. എനിക്ക് എന്താ യാ റബ്ബേ, ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് ഇത്രയും വല്ല വീടും കാറും ഈ ബെഡും തലയണയും ഒക്കെ നീ എന്ത് എനിക്ക് തന്നേ? നീ ഭയങ്കര റഹ്മാനാണ് യാ റബ്ബേ. ഇത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടും നമ്മൾ അങ്ങോട്ട് ഒരു മനസ്സ് തട്ടിട്ടുള്ള ഒരു അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് അടിമൻ എന്താക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കാട്ടി മേലേക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഞാൻ അവനക്ക് എല്ലാം ഉണ്ടാക്കി കൊടുത്തു, ഞാനാണ് അവനക്ക് എല്ലാം ഉണ്ടാക്കിയത്. എന്നിട്ട് അവന് എന്റെ അടിമനെ എന്നെക്കാളും മേലെ കണ്ടു. ഞാനാണ് അവനക്ക് എല്ലാം കൊടുത്തത്, റിസ്കും കാര്യങ്ങളും എല്ലാം കൊടുത്തത് ഞാൻ അവനക്കാണ്. ഞാനാണ് അവനക്ക് ഷെൽട്ടർ കൊടുക്കുന്നത്. എന്നിട്ട് എന്നെക്കാളും മേലെ എന്റെ അടിമനെ അവൻ കണ്ടു. വേറൊരു ഇതിലെ ഉലമാക്കൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് അവരുടെ എല്ലാ തെറ്റുകളും എന്റെ അടുത്തേക്കാണല്ലോ എത്തുന്നത്, പക്ഷെ എന്റെ എല്ലാ നിഅമത്തുകളും ഞാൻ അവർക്ക് ഇറക്കി തരുന്നുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് പോകുന്നതാണ്. പക്ഷെ അല്ലാഹ് ഓരോ നിമിഷവും ഇങ്ങനെ നിഅമത്ത് ബർക്കത്ത് ഇങ്ങനെ തന്നോണ്ടിരിക്കുന്നതാണല്ലോ. പക്ഷെ ഇത്രയും തന്നിട്ടും, ഇത്രയും ബെഡും ഇതും തന്നിട്ടും എനിക്ക് വയ്യ എണീക്കാൻ വേണ്ടിട്ട്. ഈശ ഇനിയും ടൈമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. സുബഹ് എത്ര നേരത്തെയാ ഇപ്പം? ഒരു 4:45 തന്നെ ബാങ്ക് കൊടുക്കുന്നു. എന്ത് നേരത്തെയാ? 2 മണിക്ക് സുബഹ് ബാങ്ക് കൊടുക്കുന്ന നാട് വരെ ഉണ്ട് കേട്ടോ. എന്നിട്ടും നമുക്ക് നല്ല ബെഡ് ഉണ്ട്, നല്ല പില്ലോ ഉണ്ട്, നല്ല ബ്ലാങ്കറ്റ്സ് ഉണ്ട്, നല്ല മഴ, ഹായ് സെറ്റ്. പക്ഷെ നമുക്ക് എണീക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീം അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ നമ്മളെ കൈ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതുവരെ നമുക്ക് കുടിക്കാനുള്ള അർഹത ഇല്ല എന്നാ പറയുന്നത്. കാരണം നമ്മളെ തെറ്റൊക്കെ മേലേക്ക് പോകുന്നുണ്ട്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തൊക്കെ താഴേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടിട്ട് ഒന്ന് ചെയ്യാനോ അത് പറ്റൂല. നമുക്ക് ആലോചിക്കുക, ഓരോന്നും നമുക്ക് എല്ലാത്തിനും കംപ്ലൈന്റ് ആണ്, ഭയങ്കര കംപ്ലൈന്റ് ആണ്. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ പറയും എനിക്ക് നാളെ എക്സാം ആണ്, ഭയങ്കര ടെൻഷൻ, ഒന്നും തിരിയുന്നില്ല. അൽഹംദുലില്ലാഹ് എക്സാം ആയതിന് ഒരു ബ്രെയിൻ ഉണ്ടല്ലോ ചിന്തിക്കാൻ വേണ്ടിട്ട്, പഠിക്കാൻ ഒരു ക്ലാസ് ഉണ്ടല്ലോ, പഠിപ്പിച്ചു തരാൻ ഒരു ടീച്ചർ ഉണ്ടല്ലോ. ഞാനിത് ഭയങ്കര ആക്കിയിട്ട് പറയുന്നതല്ല. ഖൽബു സലീം എന്ന് പറഞ്ഞാൽ ഒരു ടഫ് സബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം,
നമ്മൾ മാറാതെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സിറ്റുവേഷൻ മാറ്റൂല. നമ്മൾ ഫസ്റ്റ് മാറിയേ പറ്റൂ. അപ്പം അതിനുള്ള കറക്റ്റ് പ്രോപ്പർ മെഷർ എടുക്കുക. ഇപ്പം ഒരാള് ഭയങ്കര വിഷമിച്ചിട്ട് നിൽക്കുന്നു, ഒരാൾ എന്തോ പറഞ്ഞു എന്നിട്ട് എന്തോ വിഷമിച്ചിട്ട്, ഇപ്പൊ ഞാൻ പോയിട്ട് പറയുന്നത് പോട്ടെ സാറില്ല പുറത്തു കൊടുത്തേ, അയാൾക്ക് പുറത്തു കൊടുത്തേ. അപ്പൊ അവർ എന്താ പറയാ, നിനക്കറിയില്ല ഓൻ എന്താ എന്നോട് ചെയ്തേന്നുള്ളത്, ഞാൻ അനുഭവിച്ചത് നീ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ കൽബു സലീമിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെന്തിനാ പിന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണ്ടല്ലോ. പുറത്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ മാറ്റാനോ ഹസ്ബൻഡിനെ മാറ്റാനോ നോക്കാതെ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഒന്ന് മാറ്റാം. ഇനി എങ്ങനെയാ മാറേണ്ടത്, ഇനി ഞാൻ എങ്ങനെ ഏത് സ്ഥലത്തേക്കാ മാറേണ്ടത്, ശരിക്കും മനസ്സ് തട്ടിട്ട് അൽഹംദുലില്ലാ പറയാം. ഇനി കൽബു സലീം എന്ന് പറഞ്ഞാല് ഒരു ദേഷ്യം ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല, അങ്ങനെയല്ല. നമ്മൾ മലായിക്കളൊന്നല്ലല്ലോ, എല്ലാം ഉണ്ടാവും, നമുക്ക് ദേഷ്യം വിഷമം ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഫീലിംഗ് നമ്മളിങ്ങനെ എടുത്ത് മുന്നോട്ട് പോല, പുറത്തേക്ക് കാണിക്കൂല നമ്മൾ. ഓക്കെ, എനിക്ക് ആ വിഷമം ഉണ്ടോ, ഓക്കെ, ഇല്ല ഞാനത് പുറത്തേക്ക് കാണിക്കൂല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമല്ല, അങ്ങനെ പറയാം. ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ വയനാട്ടിലെ ദുരന്തവും ഗാസയിലുള്ള ആൾക്കാരെ ഒന്ന് നിങ്ങൾ ഒന്നിച്ചു നോക്കിയാട്ടെ. ന്യൂസിൽ കണ്ടാൽ അയ്യോ എന്റെ വീട് പോയി, എന്റെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. ഈവൻ ഞാൻ മുസ്ലിംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരാളും ഇല്ല എന്റെ റബ്ബ് ഇതാക്കിയതല്ലേ, ഒരാളും പറയുന്നില്ല. നേരെ മറിച്ച് ഗാസയിലുള്ള ആൾക്കാരും യാ റബ്ബേ എത്ര മക്കളാ മരിക്കുന്നത്, എന്നിട്ട് ഉമ്മമാർ എന്താ പറയുന്നത്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നല്ലേ അവർ പറയുന്നത്. ഓരോ ഈ ഓരോ ഉരുൾപൊട്ടലും നമുക്ക് കാണിച്ചു തരുന്ന എന്താണ്, ഇനിയും മാറാനായിട്ടില്ലേ എന്നല്ലേ. നമ്മളെന്താ പറയാ, എന്നിട്ട് ഇത്ര ആൾക്കാർ ഒന്നും പഠിക്കുകയും ചെയ്യില്ല, നമ്മൾ എന്നാലും ബാക്കിയുള്ള ആൾക്കാരെ പറയും, നമ്മൾ നമ്മളെ ചിന്തിക്കൂല. എത്ര ആൾക്കാർ ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് ഈ ഉരുൾപൊട്ടൽ വന്നപ്പം, യാ റബ്ബേ എന്റെ എന്തോ ഒരു തെറ്റുകാരനാണോ ഈ ഉരുൾപൊട്ടിയത്, അങ്ങനെയാണെങ്കിൽ യാ റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ, എന്നിട്ട് ഈ ദുരന്തം മാറ്റണേ എന്നുള്ളത് എത്ര ആൾക്കാർ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ആടുന്ന് അങ്ങനെ ചെയ്യുന്നതിന് ഇങ്ങനെ അള്ളാന്റെ ശിക്ഷയാണ്, ഒരിക്കലും അല്ല. അള്ളാന്റെ ശിക്ഷയാണ് നമുക്ക് പറയാൻ പറ്റൂല, അള്ളാന്റെ സൈനാണ്, അള്ള കാണിച്ചു തരുന്നതാണ് ഇനി എപ്പാ മാറുക എന്നുള്ളത്. അപ്പൊ ഒരിക്കലും ഒരു മുസ്ലിം മാറൂല ആ ഹൃദയം എന്താണെന്ന് പഠിക്കാതെ. അതായത് ഗാസയിലുള്ള ആൾക്കാർ എന്തായി ശരിക്കും മനസ്സിലാക്കി, അവർ ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സ് തട്ടി പറഞ്ഞു. നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ് വായ കൊണ്ടും പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ മനസ്സ് തട്ടി പറഞ്ഞു. അള്ളാഹ്ക്ക് അള്ളാഹ് അല്ലാണ്ട് വേറെ ഒരാളും ഇല്ല, എന്റെ മക്കള് പോയിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്, ഒരു ഉമ്മ 5 മക്കളാ മറ്റാ പോയത്, എന്നിട്ട് എന്താ പറയുന്നത്, അൽഹംദുലില്ലാ എന്റെ മക്കള് ഷഹീദായില്ല, ഇനി ഞാനും പോവും, നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ കാണും എന്നുള്ളത്. ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുകൊണ്ട് എനിക്ക് പറ്റാത്തത്? അപ്പൊ എത്രയോ ഞാൻ വർക്ക് ചെയ്യേണ്ടി വരൂലേ. നമ്മളിപ്പം കല്യാണം, പാർട്ടി, ആ പണി ഈ പണി, അതിന്റെ ഇടയ്ക്ക് ഒരു കുറച്ചു നേരം ക്ലാസ്സിന് പോകുന്നുണ്ട്. എന്തേ ഞാൻ എന്നില് മാറ്റം കൊണ്ടുവരാത്തത്? ഇനി എപ്പാ മാറുക? ഇനിയിപ്പം അള്ളാനെ നമ്മൾ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ, അള്ളയാണ് ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടാവും, ഉറപ്പാണ്. ഈസിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല, ഒരുപാട് കഷ്ടപ്പാട്. കാരണം നിങ്ങൾ 1000-ൽ ഒരാളായിരിക്കും നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളായിരിക്കും നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങളെ ഫ്രണ്ട്സ് പോവും, ഉറപ്പാണ്. അത് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് പണ്ടേ ചെറുതിൽ LKG-യിലുള്ള അതേ ഫ്രണ്ട്സ് ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല. കാരണം അവർക്ക് ഞാനുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സ് പോകും, കുടുംബത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പം ചെയ്യാൻ ഓക്ക് വട്ടാണ്, എന്തിന്റെ ആവശ്യം ഇങ്ങനെ നടക്കേണ്ട ആവശ്യം, ആ സമയത്ത് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. അവസാനം ആ ലോകാവസാനത്തിന്റെ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പെരാന്താകുന്നതിനേക്കാളും ഞാൻ ഇവിടുന്ന് പെരാന്തായിക്കോളും. അവിടുന്ന് എനിക്കിങ്ങനെ വട്ട് പിടിച്ചിട്ട് നടക്കാൻ കഴിയില്ല, അവിടുന്ന് എനിക്ക് സമാധാനത്തോടെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. എനിക്ക് എന്ത് വേണ്ട, ഇവിടെ ഞാൻ ഒറ്റപ്പെട്ട് നിന്നോളാം. കാരണം എനിക്ക് അവിടെ സ്വർഗത്തിൽ ലാസ്റ്റ് കയറുന്ന ഒരാളായിട്ട് എനിക്ക് മാറണ്ട. നമുക്ക് ഒരാൾക്കും ആഗ്രഹമില്ലല്ലോ ലാസ്റ്റ് സ്വർഗത്തിലേക്ക് കയറുന്ന ഒരാൾ. എനിക്ക് ലാസ്റ്റ് സ്വർഗത്തിൽ കയറുന്ന ഒരാളാവേ വേണ്ട എന്നുള്ളത് നിയത്തിൽ വെക്കുക. അപ്പം കൽബു സലീം ആവല് പോസിബിൾ ആണ്, നടക്കുവോ? ഉറപ്പായിട്ട് നടക്കും. എങ്ങനെ നടക്കും? നമ്മുടെ ഫോക്കസ് നമ്മുടെ ആൾക്കാരിലേക്ക് വെച്ച ഒരു ക്യാമറ ഉണ്ടല്ലോ, നേരെ മാറ്റുക അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്. ഇന്ന് മുതൽ എന്റെ ലൈഫ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് ഇന്ന് മുതൽ തുടങ്ങുക. ഇനി എപ്പാ തുടങ്ങുക? പിന്നെയും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എപ്പാ തുടങ്ങുക? ഞാൻ എന്നോടുള്ള റിമൈൻഡർ കൂടിയാൽ മാത്രമാണ്. ആഖിറത്തിൽ ഫോക്കസ് ചെയ്യുക. കല്യാണം കഴിക്കുന്നുണ്ടോ, കുട്ടികളാവുന്നുണ്ടോ, എന്തായിക്കോട്ടെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട്. നിങ്ങളിപ്പോ ഇവിടെ വന്നത് എന്തിനാന്ന് എനിക്കറിയില്ല, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ടാണോ? ഓക്കെ, അൽഹംദുലില്ലാഹ് ഖൈറാണ്. അപ്പം നമ്മുടെ ഫോക്കസ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് നമുക്ക് തുറന്നു തരും എന്നാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പറയുന്നത് എനിക്ക് പൈസയൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൈസ തന്നില്ലോ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാ റബ്ബേ എനിക്ക് നീ കാണിച്ചാൽ ഞാൻ ഈ പൈസ എങ്ങനെ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കണ്ടേ എന്നുള്ളത്. മക്കളെ തന്നിനോ? നമുക്ക് അധികം ആൾക്കാരെ കംപ്ലൈന്റ് ആണ് എനിക്ക് മക്കൾ ഉണ്ടായത് കൊണ്ട് എനിക്ക് എന്താക്കാൻ പറ്റുന്നില്ല, ഇനി ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഒരിക്കലും അതൊരു ഇബാദത്താണല്ലോ. നിങ്ങളിപ്പം രാവിലെ എണീച്ചിട്ട് കുട്ടികൾക്ക് ഭക്ഷണമാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ, സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പറയാ അടുക്കളയിലേക്ക് കയറുമ്പോൾ യാ അല്ലാഹ് ഇത് നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ അടിമകളാണ്, നിന്റെ അടിമകളെ അവരെ പഠിപ്പിക്കുക, അവർ ഒരു നിലയിലെത്തിക്കുക, നല്ല ഹയറായ അറിവ് കൊടുക്കുക എന്നുള്ളത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നതെന്നുള്ളത്. ഭക്ഷണാക്കുമ്പോൾ യാ റബ്ബേ നീ എനിക്ക് തന്ന ഡ്യൂട്ടിയാണ്, ഇതും നിനക്ക് വേണ്ടിയിട്ട്. ഇതിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഫുൾ ഫോക്കസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാക്കുക. അങ്ങനെ ആയാല് നമുക്ക് ഖൽബു സലീം കിട്ടും എന്നാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൽബു സലീം എന്ന് അനുഗ്രഹിക്കട്ടെ. ജസാകുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ജസാക്കല്ലാഹു ഖൈർ. റഹ്മത്ത് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. നിങ്ങളെ ഹോസ്റ്റ് ആക്കി മീറ്റിംഗ് എൻഡ് ചെയ്തോ.